من كل ضيق بجاه المصطفى مولى الجميع فهب لي في مديته قرارا ورزقا ثم دفنا بالبقيع وعلى أمة سيدنا محمد اللهم صل وسلم وبارك عليه. സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ സയ്യിദവർകൾ, ഉസ്താദുമാർ, സഹോദര സഹോദരിമാർ, മുതഅല്ലിം സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം അവന്റെ പൊരുത്തത്തിലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. വിശുദ്ധ ശഅബാൻ മാസത്തിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ മാസം റജബ് മാസമായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഈ രാവും, അതായത് വ്യാഴാഴ്ച രാവും, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ, മഹത്വമേറിയ, സന്തോഷകരമായ രാവായിരുന്നു റജബ് 27 രാവ്, അതായത് കഴിഞ്ഞ വ്യാഴാഴ്ച രാവ്. ആ രാത്രിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൃഷ്ടാവായ പരിപാലകനായ അല്ലാഹുവുമായി നേരിട്ട് സന്ധിച്ച് അല്ലാഹുവിനെ കണ്ട് അല്ലാഹുവുമായി ആശയവിനിമയം നടത്തി തങ്ങളുടെ ജീവിതത്തിൽ വലിയ സന്തോഷം സമ്മാനിച്ച ഒരു യാത്ര നടന്നത് ആ രാവിലാണ്. അത് പരാമർശിക്കുന്ന സൂറത്തുൽ ഇസ്റാ, അതിന്റെ ആദ്യ സൂക്തമാണ് ഞാൻ ഓതിയത്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിർണായകമായ, ഏറെ സന്തോഷം സമ്മാനിച്ച ഒരു രാത്രി, അത് റജബ് 27 രാത്രിയായിരുന്നു. തങ്ങളുടെ ജീവിതത്തിൽ ഏറെ കരുതലും തണലുമായി നിലകൊണ്ട രണ്ടാളുകളായിരുന്നു. ഒന്ന് പിതൃ സഹോദരനായ അബൂ ത്വാലിബ്, മറ്റൊന്ന് പ്രഥമ പത്നിയായ ഭാര്യയായ ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ. ഇവർ രണ്ടുപേരുടെയും വഫാത്ത്, മരണം സംഭവിച്ച ഒരു സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാതെ വിഷമത്തിലായി പോയ ഒരു നേരം. കാരണം അബൂ ത്വാലിബ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിശുദ്ധമായ ഇസ്ലാം പ്രബോധനം ചെയ്യാൻ എല്ലാവിധ ഒത്താശകളും ചെയ്തു കൊടുത്ത ആളാണ്. തന്റെ ജനതയിൽ നിന്ന് ഈ സത്യാദർശവുമായി അവരിലേക്ക് ഇറങ്ങിച്ചെന്ന സമയത്ത് വലിയ വലിയ പീഡനങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടിക്കലുമെല്ലാം തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. അന്നേരമെല്ലാം ഒരു വലിയ സഹായം, ഒരു വലിയ തുണ അബൂ ത്വാലിബിന്റെ ഇടപെടലായിരുന്നു. വല്ലാഹി ലൻ യസ്ലു ഇലൈക ബിജംഇഹിം ഹത്താ ഉവസ്സദ ഫിത്തുറാബി ദഫീനാ وعرضت دينا لا محالة أنه من خير أديان البرية دينا لولا الملامة أو حذار مصبتي لوجدتني سمحا بذاك يقينا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമുക്കറിയാം, തങ്ങൾ മാതാവിന്റെ ഗർഭാശയത്തിൽ 2 മാസമായപ്പോഴാണ് പ്രിയ പിതാവ് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. തങ്ങൾക്ക് 5 വയസ്സായ സമയമാണ് ഉമ്മ ബീവി ആമിന റളിയല്ലാഹു അൻഹാ വഫാത്താകുന്നത്. പിന്നെയുള്ള സംരക്ഷണം അത് അബൂ ത്വാലിബിന്റെ, അബ്ദുൽ മുത്തലിബിന്റെ കൈകളിലാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ അവരും മരണപ്പെട്ടു. അങ്ങനെയാണ് അബൂ ത്വാലിബിന്റെ സംരക്ഷണത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. നീണ്ട കാലം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
വിശുദ്ധ ഇസ്ലാം പ്രബോധനം ചെയ്യാൻ എല്ലാവിധ ഒത്താശകളും സഹായവും അബൂ ത്വാലിബ് ചെയ്തു കൊടുത്തു. അദ്ദേഹം ചൊല്ലിയ ഒരു കവിതയാണ് വല്ലാഹി ലയസ്ലു ഇലൈക ബിജംഇഹിം ഹത്താ ഉവസ്അദ ഫിത്തുറാബി ദഫീനാ. അല്ലാഹുവാണ് സത്യം, ഞാൻ മണ്ണിൽ മറയുന്നതുവരെ, ഞാൻ മരിച്ച് മണ്ണിൽ മറവ് ചെയ്യപ്പെടുന്നതുവരെ ഒരാൾക്കും നിന്നെ ഘട്ടപ്പെടുത്താൻ കഴിയില്ല, വേദനിപ്പിക്കാൻ കഴിയില്ല. എന്റെ ജീവൻ തന്നു തന്നെ നിന്നെ രക്ഷിക്കാൻ ഞാൻ ഒരുക്കമാണ് എന്ന് അബൂ ത്വാലിബ് ചൊല്ലിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം വഫാത്തായ ഒരു സമയം, മറ്റൊന്ന് ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദ്യ ഭാര്യയാണ്. 25 വയസ്സ് പ്രായമുള്ള സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി വിവാഹം കഴിച്ചത് ബീവി ഖദീജത്തുൽ കുബ്ര. അവർക്ക് 40 വയസ്സ് പ്രായമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ കല്യാണം കഴിക്കുന്നതിന്റെ മുമ്പ് 2 ഭർത്താക്കന്മാർ അവരെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അവർ 2 പേരും മരണപ്പെട്ടു പോയതാണ്. ആ 2 ഭർത്താക്കന്മാർക്കും അവർക്ക് മക്കളുമുണ്ട്. അങ്ങനെയുള്ള കുലീനയായ സുന്ദരിയായ വിധവയായ ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം ചെയ്യുന്നത് അവരെയാണ്. നീണ്ട 25 കൊല്ലക്കാലം, 4 പതിറ്റാണ്ടുകാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അവർ ജീവിച്ചു. ആ 25 കൊല്ലത്തിനിടക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു വിവാഹം കഴിച്ചില്ല എന്നു മാത്രമല്ല, മറ്റൊരു വിവാഹത്തെ കുറിച്ച് തങ്ങൾ ആലോചിച്ചത് പോലുമില്ല. അത്രയും സ്നേഹവും കരുതലും ലാളനയും വാത്സല്യവുമായിരുന്നു ബീവി ഖദീജ. പിൽക്കാലത്ത് അവരെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോ എന്റെ ഖദീജ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പറ്റി പറയുമ്പോ തങ്ങളെ കണ്ണിങ്ങനെ നിറയുകയാണ്. ചില ശബ്ദങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതെന്റെ ഖദീജയാണോ? അവര് ശബ്ദത്തിന്റെ സാമ്യതയുള്ള അവരുടെ സഹോദരിമാരുടെ ശബ്ദം കേൾക്കുമ്പോൾ ഖദീജ ബിബിയെ കുറിച്ചുള്ള ഓർമ്മകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിലേക്ക് തികട്ടി വരികയാണ്. എപ്പോഴും അവരെ കുറിച്ച് ഇങ്ങനെ പറയുകയാണ്. അവരെ ഓർമ്മ പുതുക്കാൻ വേണ്ടി, അവരെ പരലോക ഗുണത്തിനു വേണ്ടി ആട്ടിനയറുത്ത് ആട്ടി മാംസമാക്കിയിട്ട് അത് ബീവി ഖദീജ റളിയല്ലാഹു അൻഹായുടെ കൂട്ടുകാരികൾക്ക് കൊടുത്തയക്കുകയാണ്. ഇടതടവില്ലാതെ എപ്പോഴും തങ്ങൾ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോ യാ റസൂലല്ലാഹ്, തങ്ങളെ വർത്തമാനം കേട്ടാൽ ഖദീജയല്ലാതെ വേറൊരു പെണ്ണിനെയും തങ്ങൾ കണ്ടിട്ടില്ല എന്ന് തോന്നുമല്ലോ. അവരെക്കാൾ ഖൈറായ എത്ര ഭാര്യമാരെ തങ്ങൾക്ക് റബ്ബ് തന്നു. ആയിഷ റളിയല്ലാഹു അൻഹാ പറയുമ്പോ നബി തങ്ങളുടെ മറുപടി, ആയിഷ ഒരിക്കലുമില്ല, ഖദീജക്ക് പകരം ഒരു ഭാര്യ വേറെയില്ല. കാരണം എന്താണ്? ആദ്യമായി എന്നെ കൊണ്ട് വിശ്വസിച്ചത്, ഇസ്ലാം നൽകിയത് ബീവി ഖദീജ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതു ഭാര്യയിൽ നിന്നാണോ എനിക്ക് മക്കൾ നൽകിയത് അത് ബീവി ഖദീജ. നബി തങ്ങളെ 7 മക്കളിൽ 6 സന്തതികളുടെയും മാതാവ് അത് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട ബീവി ഖദീജ റളിയല്ലാഹു അൻഹായാണ്. ഇബ്രാഹിം എന്ന് പറയുന്ന മകന്റെ മാതാവ് അത് മാരിയത്തുൽ ഖിബ്തിയ എന്ന അടിമ സ്ത്രീയാണ്. അപ്പൊ എനിക്ക് സന്താന യോഗമുണ്ടായത് അത് ഖദീജയിൽ നിന്നാണ്. എല്ലാവരും എന്നെ കൈവടിഞ്ഞ സമയത്ത്, അവഗണിച്ച സമയത്ത് എനിക്ക് എല്ലാ കരുതലും സ്നേഹവും തന്ന് എന്നെ ചേർത്ത് പിടിച്ചത് ബീവി ഖദീജ. അങ്ങനെ ഒരു ഭാര്യയാവാൻ മറ്റൊരു ഭാര്യക്കും കഴിഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹങ്ങൾ പലതും കഴിച്ചിട്ടുണ്ട്. തങ്ങൾ വഫാത്താകുന്ന സമയത്ത്
خيرنا فاخترنا النبي المقتفى عائشة وحفصة وسوداء صفية ميمونة ورملا. ആ 9 ഭാര്യമാരെ പേര് മദ്രസ തലം തൊട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പോഴുള്ള കുട്ടികളും അത് പഠിക്കുന്നുണ്ടാകും. ചെറുപ്പത്തിലെ അവർക്ക് നമ്മൾ കൈമാറേണ്ട അവരുടെ മനസ്സിലേക്ക് നമ്മൾ സന്നിവേശിപ്പിക്കേണ്ട ചില സംഗതികളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് അതൊക്കെ. ഒരു കുഞ്ഞിനാദ്യമായി മാതാപിതാക്കൾ നൽകേണ്ട ഉപദേശവും അധ്യാപനവും എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം എവിടെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് എവിടെയാണ്? അതൊരു കുഞ്ഞിനെ ആദ്യമായി പഠിപ്പിക്കേണ്ടതിൽ പെട്ടതാണ്. മൗലിദുഹു ബി മക്കത്തൽ അമീന വഫാതുഹു ബി ത്വയ്ബത്തൽ മദീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അവരെ ഖൽബിലുണ്ടാവണം. തങ്ങളെ ഭാര്യമാരെ കുറിച്ചുള്ള വിവരമുണ്ടാകണം, മക്കളെ കുറിച്ചുള്ള അറിവ് പകരണം. അപ്പൊ നബി തങ്ങൾ പല ഭാര്യമാരെയും വിവാഹം കഴിച്ചുവെങ്കിലും തങ്ങൾക്ക് ഏറ്റവും ബോധിച്ച സ്ത്രീ ആരാണ്? അത് ബീവി ഖദീജ. ഉമ്മമാര് ചിന്തിക്കണം, എന്തുകൊണ്ടാണത് കന്യകയല്ല? 40 വയസ്സുള്ള സമയത്ത് നേരത്തെ 2 ഭർത്താക്കന്മാരെ ഭാര്യയായി കഴിഞ്ഞവരാണ്. അവർക്ക് അവരിൽ നിന്ന് മക്കളുമുണ്ട്. പക്ഷെ വല്ലാത്ത കരുതലും വല്ലാത്ത സ്നേഹവും വല്ലാത്ത അനുസരണയുമാണ്. അതുകൊണ്ടാണ് അവർ കൂടെ ജീവിച്ച് 25 കൊല്ലക്കാലം മറ്റൊരു പെണ്ണിനെയും നബി തങ്ങൾ കല്യാണം കഴിച്ചില്ല. ഖദീജയോടുള്ള സ്നേഹം അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കൊരു റിസ്ഖായി തന്നതാണ്. ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഫത്ഹുൽ ബാരിയിൽ എഴുതി, ഈ 25 കൊല്ലക്കാലം മറ്റൊരു കല്യാണം തങ്ങൾ കഴിച്ചില്ല എന്നത് തങ്ങൾക്ക് ഏറ്റവും സ്നേഹം അവരോടാണ് എന്നതിന്റെ വലിയ സാക്ഷ്യമാണ്, തെളിവാണെന്നാണ്. വീണ്ടും നബി തങ്ങൾ പറഞ്ഞു, എല്ലാവരും എന്നെ അവഗണിച്ച് ഞാൻ ആകെ സാമ്പത്തികമായിട്ടൊക്കെ തകർന്നു പോയ സമയത്ത് എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് നൽകിയത് ബീവി ഖദീജയിലൂടെയാണ്. അലം യജ്ദക യതീമൻ ഫആവാ വവജദക ളാല്ലൻ ഫഹദാ വവജദക ആയിലൻ ഫഅഗ്നാ. ഖുർആന്റെ ചോദ്യമുണ്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളെ ദരിദ്രരായി എത്തിച്ചില്ലയോ തങ്ങളെ? ഫഅഗ്നാ ഐ അഗ്നാക ബിമാലി ഖദീജ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അന്ന് സാമ്പത്തികമായ തികവുണ്ടാകുന്നത് ഖദീജ ബീവിയുടെ സമ്പത്ത് മുഴുക്ക നബി തങ്ങൾക്ക് കൊടുത്തു എന്നാണ്. തഫ്സീർ റാസിയിലൊക്കെ കാണാം എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പാകെ അവർ ആ സമ്പത്ത് കൊണ്ടുപോയി ഇങ്ങനെ ചൊരിഞ്ഞപ്പോ അപ്പുറത്തുള്ള ആളുകളെ കാണാത്ത വിധം അത്രയും വലിയ കൂമ്പാരം. അവർ വലിയ സമ്പന്നയാണ്, വലിയ കച്ചവടമുണ്ടായിരുന്ന ആളാണ്. ആദ്യം നബി തങ്ങളുടെ കല്യാണം ആലോചിക്കുന്നതിന്റെ മുമ്പ് ഖദീജ ബീവിയുടെ കച്ചവട സംഘവുമായി കച്ചവടത്തിന് വേണ്ടി പോയ ആളാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പറയുന്നത് നമ്മുടെ വിഷയമല്ല. അപ്പൊ അത്രയും കരുതലും സ്നേഹവും ഉണ്ടായ ബീവി ഖദീജ റളിയല്ലാഹു അൻഹായുടെ വഫാത്ത് സംഭവിച്ചു. ഈ 2 മരണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ തളർത്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചു കളഞ്ഞു. അപ്പൊ തങ്ങളെങ്ങനെ വല്ലാതെ ഒരു മനക്ലേശത്തിൽ നിൽക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ടെൻഷൻ അകറ്റാൻ ഒരു യാത്ര മനസ്സിൽ വല്ല ക്ലേശങ്ങളൊക്കെ സംഭവിച്ച് ടെൻഷൻ പിടിച്ചിരിക്കുന്ന സമയത്ത് ബക്കറ്റുമായി കുട്ടികൾ വരുന്നുണ്ട്. നല്ല സംഖ്യ, നമ്മുടെ ബദരീങ്ങളെ സദസ്സാണ്. ഉദ്ദേശ്യങ്ങളൊക്കെ മനസ്സിൽ കരുതി നല്ല സംഖ്യത്തിലേക്ക് എല്ലാവരും നിക്ഷേപിക്കണം. അല്ലാഹു നമ്മുടെ എല്ലാ ഉദ്ദേശ്യങ്ങളും സഫലീകരിച്ചു തരുമാറാകട്ടെ. ആവശ്യങ്ങൾ നിറവേറാൻ വലിയൊരു മാധ്യമമാണ് സ്വതഖ എന്ന് പറയുന്നത്. ബാക്കി റൂബി സ്വതഖ ഹദീസിൽ കാണാൻ രാവിലെ
എന്തെങ്കിലും ഒരു സ്വതക്ക ചെയ്തിട്ട് വേണം നമ്മളൊരു കാര്യത്തിന് ഇറങ്ങാൻ. കച്ചവടത്തിനൊക്കെ പോകുന്ന ആളുകൾ വീട്ടിൽ നമ്മളെ മഹദറത്തുൽ ബദരീന്റെ പെട്ടി, ബദരീങ്ങളുടെ നേർച്ചന്റെ പെട്ടി കണ്ടോ, എന്തെങ്കിലും ഒരു ചെറിയ സംഖ്യ കഴിയുന്നത് അതിൽ നിക്ഷേപിച്ചു കൊണ്ടുപോയാൽ സ്വതക്ക ആഫാത്തുകളൊക്കെ തട്ടുന്നതാണ്. മുസീബത്തുകളൊക്കെ സ്വതക്ക തട്ടിക്കളയും. പോകുന്ന വഴിയിൽ പല മുസീബത്തും ഉണ്ടാവും. അത് അള്ളാഹു നേരത്തെ നിശ്ചയിച്ചു വെച്ചതാണെങ്കിൽ പോലും ആ ഖളായിൽ ഇങ്ങനെ കൂടെ തീരുമാനം ഉണ്ടാവും. എന്ത്? രണ്ട് തരം അള്ളാഹുവിന്റെ ഖളാ ഉണ്ട് എന്നാണ്. ഇപ്പൊ വിശദീകരിക്കുന്ന സമയമില്ല. മുഅല്ലഖായ ഖളാ ഉണ്ട്, മുബറമായ ഖളാ ഉണ്ട്. മുഅല്ലഖായ ഖളാ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും അതൊക്കെ അന്ന് എഴുതപ്പെട്ടു പോയില്ലേ. അപ്പൊ അന്ന് എഴുതിയപ്പോ ബന്ധിപ്പിച്ചിട്ടാ എഴുതിയത്. എന്താണ്? ഇവൻ കുടുംബ ബന്ധം, ഇവനിക്ക് ആയുസ് 40 വർഷമാണ്. കുടുംബ ബന്ധം ചേർക്കുകയാണെങ്കിൽ ഒരു 20 വർഷം കൂടി കൂട്ടിക്കൊടുക്കും. ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു ഈ വിഷയം പറയാൻ വേണ്ടി മാത്രം ഒരു ഗ്രന്ഥം എഴുതിയിട്ടുള്ളതിൽ കാണാം. കുടുംബ ബന്ധം ചേർത്താൽ ആയുസിൽ വർധനവുണ്ടാവുന്നതാണ്. അപ്പൊ അവിടെ മഹാനവറുകൾ പറഞ്ഞു അതെങ്ങനെ നേരത്തെ തീരുമാനിച്ച അള്ളാഹുവിന്റെ ഖളാഅല്ലേ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ രണ്ട് തരം ഖളാ ഉണ്ട്. ഇങ്ങനെ ഒരു തീരുമാനം ഇങ്ങനെ അവൻ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നീട്ടിക്കും. അപ്പൊ അതിൽപ്പെട്ട ഒന്നാണ് സ്വതക്ക എന്ന് പറയുന്നത്. സ്വതക്ക ചെയ്താൽ ആ ഫാത്തുകളും മുസ്ലിമാത്തുകളൊക്കെ തട്ടിപ്പോകും. ഇരിക്കട്ടെ. അപ്പോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാത്ത മനപ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നേരാണ്. ആ സമയത്ത് ഈ ടെൻഷൻ അകറ്റാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു യാത്ര, ഒരു ടൂർ കൊണ്ടുപോകുകയാണ്. അതാണ് വിഷമം വല്ലാതെ മനസ്സിനെ തളർത്തിക്കളയുന്ന സമയത്ത് ഒരു യാത്ര പോയാൽ മനസ്സിന് നല്ല ആശ്വാസം ഉണ്ടാവും. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തഗറബ് അനിൽ ലൗതാനി ഫീ ത്വലബിൽ ഉലാ വസാഫിർ ഫിൽ അസ്ഫാരി ഖംസു ഫവാഇദി തഫരീജു ഹമ്മിൻ വഖ്തിസാബു മഈശതി വഇൽമുൻ വആദാബുൻ വസുഹബത്തു മാസിദി തഗറബ് അനിൽ ഔതാനി ഫീ ത്വലബിൽ ഉലാ. ഔന്നിത്യങ്ങളെ തേടി നാട് വിട്ടു പോകണം, നാട് വിട്ട് യാത്ര ചെയ്യണം. യാത്രയിൽ 5 നേട്ടങ്ങളുണ്ട് എന്നാണ്. യാത്രയിൽ 5 ഗുണങ്ങളുണ്ട്, 5 നേട്ടങ്ങളുണ്ട് ഒരു യാത്രയിൽ. അതെന്താ? യാത്ര പോകണം. നമ്മൾ യാത്ര പോകുമ്പോഴാണ് ആ നേട്ടങ്ങളൊക്കെ സാധിക്കുക. ഒന്ന്, ആദ്യമായി പറയുന്നത് ടെൻഷൻ അകറ്റുക എന്നുള്ളതാണ്. ടെൻഷൻ നീങ്ങിപ്പോകാൻ, മനസ്സിലെ ക്ലേശങ്ങളൊക്കെ പോയി സന്തോഷം കൈവരാൻ ഒരു നല്ല ഉപായമാണ് യാത്ര പോകുക. അപ്പൊ മനസ്സിലെ ടെൻഷനൊക്കെ കുറെ ഇങ്ങനെ നീങ്ങിപ്പോകും. അതിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങളെ കൊണ്ട് ഒരു യാത്ര പോകും. മറ്റൊന്ന് വക്തിസാബു മഈശത്തി, ജീവിത വൃത്തി സമ്പാദിക്കലുണ്ട്. അദ്വബ കച്ചവടത്തിനൊക്കെ പോകുന്ന ആളുകൾ ഏതെല്ലാം നാടുകളിൽ പോകുന്നു. അപ്പൊ അവര് മഈശത്ത്, ജീവിത വൃത്തിക്ക് വേണ്ടി പോകുകയാണ്. മറ്റൊന്ന് ധാരാളം അറിവുകൾ സമ്പാദിക്കാൻ കഴിയും. നമ്മൾ പൊട്ടക്കിണറ്റിലെ തവള എന്ന് പറയും പോലെ ഇവിടെ തന്നെ ഇങ്ങനെ ഈ ഇട്ടാവട്ടത്ത് കൂടിയാൽ എന്ത് വിവരം നമുക്ക് ഉണ്ടാകുക? നമ്മൾ പടു ജാഹിലാണ് എന്ന് അറിയണമെങ്കിൽ ഈ നാട് ചുറ്റിക്കാളണ്ടേ. എന്തെല്ലാം സംഗതികളുണ്ട് ഇവിടെ. ഓ ഇങ്ങനൊക്കെ ഉണ്ടോ, എന്തെല്ലാം ഉണ്ട്. അതിന് നമ്മൾ യാത്രക്കരെ പോകുമ്പോഴാ. അപ്പൊ ഒരുപാട് അറിവ് സമ്പാദിക്കാൻ യാത്ര നിമിത്തമാണ്. നല്ല നല്ല ശീലങ്ങൾ, യാത്രയിൽ ഒരുപാട് ശീലങ്ങൾ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് കിട്ടാനുണ്ട്. ഒരു നല്ല സുഹൃത്തിന്റെ കൂട്ട്, നല്ല സഹവാസം. അങ്ങനല്ലേ നമ്മളൊരു ഉംറ യാത്ര പോയാൽ കുറെ സുഹൃത്തുക്കളെ കിട്ടും, ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും. അങ്ങനെ ഓരോ യാത്രയിൽ ഓരോരുത്തരെ പരിചയപ്പെട്ടിട്ട്. അപ്പൊ അതാണ് യാത്രയിൽ 5 ഗുണങ്ങൾ. അതിന്റെ പ്രഥമ ഗുണമാണ് ടെൻഷൻ അകറ്റുക എന്നുള്ളത്. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബീവി ഖദീജ റളിയല്ലാഹു അൻഹായും അബൂ ത്വാലിബും വഫാത്തായ സന്ദർഭത്തിൽ അവർണ്ണനീയമായ വിഷമം മനസ്സിലുണ്ടായി. ആ ടെൻഷൻ നീക്കി കളയാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുപോകുകയാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗലഹു. ഒരു യാത്ര മസ്ജിദുൽ ഹറമിൽ നിന്ന്, വിശുദ്ധ മക്കയിലെ മസ്ജിദുൽ ഹറമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക്, മസ്ജിദുൽ അഖ്സയിലേക്ക്
ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്, ഒരുപാട് വഴി ദൂരമുണ്ട്. പക്ഷേ രാത്രിയിൽ ഒരു കുറഞ്ഞ സമയം കൊണ്ട് സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദ്റു ഫീ ദാജിൻ മിനൽ ളുലമി. രാത്രിയിൽ വളരെ കുറഞ്ഞ സമയത്താണ് ഈ യാത്ര എന്ന് പറയുന്നത്. എത്രയോ വഴിദൂരം സഞ്ചരിക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളെ ബുറാഖ് എന്ന് പറയുന്ന വാഹനപ്പുറത്തേറ്റി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സഹവാസത്തോടെ മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് വളരെ കുറഞ്ഞ സമയം. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഖുർആൻ ലൈല എന്ന് പ്രയോഗിച്ചത്. അസ്റാ എന്ന് പറഞ്ഞാൽ രാത്രിയിൽ സഞ്ചരിപ്പിക്കുക എന്നാണ്. പിന്നെന്തിനാണ് ലൈലെന്ന് പറഞ്ഞത്? ഇമാമുകൾ വിശദീകരിച്ചു. അത് രാത്രിയിൽ വളരെ കുറഞ്ഞ സമയം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അത്രയും കുറഞ്ഞ സമയം. അപ്പം മസ്ജിദുൽ ഹറമിൽ നിന്ന് മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള 3 പള്ളിയാണല്ലോ. ഇബാദത്തിന് പ്രത്യേകം ശ്രേഷ്ഠതയുള്ള 3 പള്ളികളാണ്. അതെന്താ? ഒന്ന് മസ്ജിദുൽ ഹറം, മക്കയിലെ മസ്ജിദുൽ ഹറം. ഒരു റക്അത്തിന് 1,00,000 റക്അത്തിന്റെ പ്രതിഫലമാണ്. അല്ലാഹു അവിടെ പോയി ധാരാളം ഇബാദത്ത് നിർവഹിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. ഉംറക്ക് പോകുന്ന ആൾക്കാരോട് ചില അമീറന്മാര് പറയും, വിശ്രമിച്ചോളി, നാളെ കുറെ പോകാനുള്ളതാണ്, പോയിട്ട് അവിടെ നമ്മൾ ഉഷാറായി കിടന്നോറോ. ഞമ്മക്കാണ് അന്തം വേണ്ടത്, അമീറന്മാർക്കല്ല. ഓല് നമ്മളെ ഗുണം നോക്കിയിട്ട് പറയുക കിടന്നുറക്കാൻ പങ്കിട്ട് പോകേണ്ട ആവശ്യമുണ്ടോ? ഹറമിൽ ഇബാദത്തിന് എത്ര വലിയ പ്രതിഫലമുള്ള സ്ഥലമാണ്. അപ്പൊ അവിടെ ഒരു നിസ്കാരത്തിന്, ഒരു റക്അത്തിന് 1,00,000 റക്അത്തിന്റെ പ്രതിഫലമാണ്. അത് മുതലെടുക്കണ്ടേ? മറ്റൊന്ന് മസ്ജിദുൽ നബവി മദീനയിലെ വലിയ പ്രതിഫലമുള്ള പള്ളിയാണ് 2ാം സ്ഥാനം. 3ാം സ്ഥാനത്തുള്ള പള്ളിയാണ് മസ്ജിദുൽ അഖ്സ. ലാ തുശദ്ദു റിഹാലു ഇല്ലാ ഇലാ 3 മസാജിദ്. അതാണ് ഒരു നാട്ടിൽ ഒരാൾ മരണപ്പെട്ടു. എന്താ നിയമം? ആ മരണപ്പെട്ട നാട്ടിൽ വെച്ച് അയാളെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ച് അവിടെ മറവ് ചെയ്യണം എന്നാണ് നിയമം. ഒരാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് മരണപ്പെട്ടു, അതല്ലെങ്കിൽ തൃശ്ശൂരിൽ ഹോസ്പിറ്റലിൽ വെച്ച് മരണപ്പെട്ടു, പട്ടാമ്പിയിൽ വെച്ച് മരണപ്പെട്ടു. മസാല എന്താണ്? ആ മയ്യത്തിന്റെ മേൽ സംസ്കരണത്തെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് അവിടെ നിസ്കരിച്ച് അവിടെയുള്ള മഖ്ബറയിൽ തന്നെ മറവ് ചെയ്യണം. പ്രബല വീക്ഷണ പ്രകാരം ആ നാട് മാറി മറ്റൊരു നാട്ടിലേക്ക് മയ്യത്തിന് കൊണ്ടുപോകൽ ഹറാമാണ്. ഗൾഫിൽ മരണപ്പെട്ടാൽ പ്രബല വീക്ഷണ പ്രകാരം ആ ഗൾഫിൽ നിന്ന് മയ്യത്തിനെ കൊണ്ടുവരാൻ പാടില്ല, അവിടെ മറവ് ചെയ്യുകയാണ് വേണ്ടത്. അങ്ങനെ കൊണ്ടുവരൽ ഹറാമാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരുന്നതോ അങ്ങനെ കൊണ്ടുവരൽ കറാഹത്താണ് എന്നൊരു അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം അനുകരിച്ചുകൊണ്ടാണ് ആ കൊണ്ടുവരുന്നത്. അത് വിശദീകരിക്കലല്ല എന്റെ ഉദ്ദേശം. പക്ഷെ അവിടെ തന്നെ കാണാം, ഈ മരണപ്പെട്ട നാട്ടിൽ മയ്യത്തിന് അടക്കം ചെയ്യൽ നിർബന്ധമാണ്, വേറെ എങ്ങോട്ടും നീക്കിക്കൂടാ, ഈ 3 പള്ളികളിലേക്ക് ഒഴിച്ച്. അത് അത്രയും ശ്രേഷ്ഠതയുള്ള സ്ഥലമായതുകൊണ്ടാണ്. വേറെ ചില ഇമാമിങ്ങളുടെ അഭിപ്രായ പ്രകാരം മറ്റു സ്വാലിഹീങ്ങളുടെ ശ്മശാനങ്ങളിലേക്കും എന്നൊക്കെ പറഞ്ഞത് കാണാം. അപ്പൊ കണ്ടു. അപ്പൊ ഈ മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കുള്ള യാത്ര, അതാണ് ഇസ്റാ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സാ. ആ യാത്രക്കാണ് ഇസ്റാ എന്ന് പറയുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് മസ്ജിദുൽ അഖ്സയിൽ നിന്ന് 7 വാനങ്ങളും താണ്ടി അല്ലാഹുവിന്റെ അർശ് കണ്ടു, കുർസി കണ്ടു, ലൗഹ് കണ്ടു, സ്വർഗ്ഗ നരകങ്ങൾ കണ്ടു. ആ യാത്രയാണ് മിഅ്റാജ്. വബിത്തർഖാ ഇലാ അനിൽത മൻസിലതൻ മിൻ ഖാബി ഖൗസൈനി ലം തുദറക് വലം തുറമീ. എത്ര സുന്ദരമായിട്ടാണെന്ന് പറഞ്ഞത്. അപ്പൊ ഈ ഒരു യാത്ര തങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു ഉണ്ടാക്കിയതിന്റെ പശ്ചാത്തലം ഞാൻ പറഞ്ഞത് ആ ഒരു ടെൻഷൻ അകറ്റാൻ വേണ്ടിയിട്ടാണ്. ആ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല കാഴ്ചകളും കണ്ടു. അത് കാണിക്കാൻ വേണ്ടിയാണ് ആ യാത്ര അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയത്. മറ്റൊരു ലക്ഷ്യം, പല കാരണങ്ങളുണ്ട്. വേറൊന്ന് പറഞ്ഞു, ഈ മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്നത് ഒരുപാട് അമ്പിയാക്കൾ അടങ്ങിക്കിടക്കുന്ന സ്ഥലമാണ്. ബാറകനാ ഹൗലഹു എന്ന് പറഞ്ഞില്ലേ? മസ്ജിദുൽ അഖ്സക്ക് ചുറ്റും നമ്മൾ ബറക്കത്ത് ചെയ്തിരിക്കുന്നു. അതെന്തുകൊണ്ടാണെന്നറിയോ? അതെന്തുകൊണ്ടാണ്?
അവിടെ ഒരുപാട് അമ്പിയാക്കൾ അന്തിയുറങ്ങുന്നുണ്ട്. അമ്പിയാക്കൾ അന്തിയുറങ്ങുന്ന സ്ഥലങ്ങൾക്ക് ബറക്കത്തുണ്ട്. അവിടെ മറവ് ചെയ്യാൻ ചാൻസ് കിട്ടിയാൽ അവിടെ മറവ് ചെയ്യണം. സ്വാലിഹീങ്ങൾ ഉള്ള ശ്മശാനത്തിൽ മഖ്ബറയിൽ പോയി കിടന്നാൽ അവരുടെ ആ മഖ്ബറയിൽ ഇറങ്ങുന്നതിന്റെ ഒരു ബറക്കത്ത് നമുക്കും ഇങ്ങനെ കിട്ടും മെല്ലെ. അതുകൊണ്ടാണ് മസ്ജിദുൻ നബവിയിൽ ഇമാമായി നിസ്കരിക്കുന്ന സമയത്ത് അബൂ ലുഅ്ലുഅ എന്ന് പറയുന്ന ശത്രു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുത്തി വീഴ്ത്തി. മഹാനവറുകൾ മരണവെപ്രാളത്തിൽ ഇങ്ങനെ കിടന്ന് പടയാണ്, ചോരങ്ങനെ ഒലിക്കുകയാണ്. ആ സമയത്ത് മഹാനവറുകൾ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെ വിളിച്ചു, മോനെ വേഗം ചെല്ലണം, ഉമ്മുൽ മുഅ്മിനീന ബീബി ആയിഷ റളിയല്ലാഹു അൻഹായുടെ സമീപം ചെന്ന് ചോദിക്കണം. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖുൽ അക്ബർ തങ്ങളും കിടക്കുന്നതിന്റെ അപ്പുറത്ത് ഒരു ഖബറിന് കൂടെ സ്ഥലമുണ്ടല്ലോ, അവിടെ എനിക്ക് കിടക്കാൻ, എന്നെ മറവു ചെയ്യാൻ ഒരു സ്ഥലം തരുമോ, ആ സ്ഥലം എനിക്ക് തരുമോ എന്ന് ആരോട് ചോദിക്കണം? മരിക്കാൻ വേണ്ടി കിടക്കുകയാണ്, രക്തമിങ്ങനെ വാർന്നൊലിക്കുകയാണ്. മകനെ വിളിച്ചുകൊണ്ട് പറയുന്നു, മോനെ ആയിഷ ബീവിയുടെ വീട്ടിൽ അവരുടെ റൂമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും എന്റെ പിതാവായ സിദ്ദീഖുൽ അക്ബർ തങ്ങളും കിടക്കുന്ന സ്ഥലം കഴിഞ്ഞാൽ ഒരു ഖബറിൽ കൂടെ സ്ഥലം ബാക്കിയുണ്ടല്ലോ, അവിടെ കിടക്കാൻ ഉമറിന് ആശയുണ്ട്, കൊതിയുണ്ട്. അതുകൊണ്ട് സമ്മതം ചോദിച്ചു വാ. ഇബ്നു ഉമർ തങ്ങൾ ചെന്ന് ചോദിച്ചു. ഖലീഫ രാജാവാണ് ഉമർ എന്നവർ, മരിക്കാൻ കിടക്കുകയാണ്, ഇവിടെ ഒരു ഖബറിന് കൂടെ സ്ഥലം ഉണ്ടല്ലോ, അത് മഹാനവറുകൾക്ക് കൊടുക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. മഹദിവർകൾ പറഞ്ഞു, ഞാനത് എനിക്ക് വേണ്ടി കരുതി വെച്ച സ്ഥലമാണ്. കാരണം എന്താ? ഒന്ന് എന്റെ ഭർത്താവ് നബിതങ്ങളാണ്, മറ്റൊന്ന് പിതാവ് സിദ്ദീഖുൽ അക്ബർ തങ്ങളാണ്. കുടുംബക്കാരൊക്കെ ഒരു സ്ഥലത്ത് തന്നെ ഒരുമിച്ച് കൂട്ടൽ സുന്നത്താണല്ലോ, സിയാറത്ത് ചെയ്യാനും സൗകര്യമാണ്. ഇതൊന്ന് കൊച്ചിയിലൊന്നും വരേണ്ടിയില്ലേ? അപ്പൊ പക്ഷെ ചോദിച്ചത് ഖലീഫയല്ലേ, അതുകൊണ്ട് ഞാൻ സമ്മതിക്കുന്നു. ബുഖാരിയുടെ ഹദീസാണ്. ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് എഴുതി, ഉമർ തങ്ങൾ എന്തിനാ അങ്ങനെ ചോദിച്ചതെന്നറിയോ? നബി തങ്ങളുടെയും സിദ്ദീഖ് തങ്ങളുടെയും ഖബറിലേക്ക് ഇറങ്ങുന്ന അല്ലാഹുവിന്റെ റഹ്മത്ത് അത് തനിക്കും കിട്ടാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ സ്വാലിഹീങ്ങളുടെ ചാരെ മറവ് ചെയ്യാൻ ആഗ്രഹിക്കുക എന്നുള്ളത് ഒരു വലിയ നേട്ടമാണ്, ആഗ്രഹിക്കപ്പെടുന്ന സംഗതിയാണ്. നമ്മളെ വെളുത്തൂര് പള്ളിക്കാട്ടിൽ ഒരുപാട് മഹാന്മാരുണ്ട്, നിങ്ങളൊക്കെ അറിയായിരിക്കും. കുഞ്ഞീദ് മുസ്ലിയാർ എന്ന് പറയുന്ന വലിയ മഹാനുണ്ട്. പൊന്നാനിയിൽ തട്ടാങ്കര കുറ്റ്യം മുസ്ലിയാർ, മഖ്ദൂം വലിയകത്ത് കുഞ്ഞൻ ഭാവ മുസ്ലിയാർ, അവരുടെ അടുക്കൽ ഓതിപ്പടിച്ച ആളാണ് കുഞ്ഞീദ് മുസ്ലിയാർ. അദ്ദേഹത്തിന്റെ മരുമകനാണ് കൈനിക്കർ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. മൊയ്‌ലി പാപ്പ എന്ന് പറഞ്ഞവിടെ കൈനിക്കർ ഉസ്താദ് എന്നൊക്കെ പറയുന്ന മറ്റൊരു മഹാൻ. അതൊക്കെ വലിയ ആലിമീങ്ങളാണ്, സ്വാലിഹീങ്ങളാണ്. ഇനി അവരൊന്നും അല്ലാത്ത വേറെയും ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോ ഈ മസ്ജിദുൽ അഖ്സാക്ക് ബറക്കത്ത് വരാനുള്ള കാരണം ഒരുപാട് അമ്പിയാക്കൾ അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്, അതാണ്. അപ്പൊ ആ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം അത്ഭുതങ്ങൾ കണ്ടു. ആ അത്ഭുതങ്ങളിൽ ചില രംഗങ്ങൾ പറയുകയാണ്. തുമ്മ അത്താ അലാ ഖൗമി തുർദഖു റൂസഹും ബിസ്വഖരി. യാത്ര ഇങ്ങനെ പോകുമ്പോ ധാരാളം സംഭവങ്ങൾ കാണുകയാണ്. ഒരു ഭാഗത്തെത്തിയപ്പോ വല്ലാത്ത സുഗന്ധം. എന്താണ് ജിബ്രീലേ ഇവിടെ സുഗന്ധം? യാ റസൂലല്ലാഹ്, ഇവിടെയാണ് ബീവി മാഷിഖാ. കുറച്ചങ്ങോട്ട് പോയപ്പോൾ വേറെ ഒരു വിഭാഗം ആളുകളെ കാണുന്നു. എന്താണ് അവർ ചെയ്യുന്നത്? വലിയ പാറക്കല്ലുകളെ കൊണ്ട് അവരെ തല പൊട്ടിക്കുന്നു. വലിയ പാറക്കല്ലുകൊണ്ട് അവരുടെ തല ശിരസ് പൊടി പൊടിയാക്കപ്പെടുന്നു. വീണ്ടും തല പഴയ സ്ഥിതിയിലാകുന്നു. വീണ്ടും പാറക്കല്ല് കൊണ്ട് പൊട്ടിക്കുന്നു. ഇങ്ങനെ ഇടതടവില്ലാതെ നബി തങ്ങൾ ചോദിച്ചു, യാ ജിബ്രീൽ മാ ഹാദാ, ഇതെന്താണ് ജിബ്രീൽ? ഇടതടവില്ലാത്ത ശിക്ഷയാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ എത്രയോ ദോഷങ്ങൾ ചെയ്യുന്നുണ്ട്. ആ ദോഷങ്ങളൊക്കെ വലിയ ശിക്ഷയുള്ള ദോഷങ്ങളാണെന്നറിയാം.
പക്ഷേ ശിക്ഷയുടെ ഗൗരവം നമ്മൾ ചിന്തിക്കാറില്ല, നമ്മൾ ആലോചിക്കാറില്ല. ഈ വിഭാഗം ആളുകൾക്ക് നൽകപ്പെട്ട ശിക്ഷ എന്താണ്? വലിയ പാറക്കല്ലുകളെ കൊണ്ട്, കൂറ്റൻ കല്ലുകളെ കൊണ്ട് അവരെ തല ഇടിച്ച് പൊടി പൊടിയാക്കി വീണ്ടും തല പഴയ സ്ഥിതിയിലാകുന്നു. വീണ്ടും പാറക്കല്ല് കൊണ്ട് പൊട്ടിക്കുന്നു. തങ്ങൾ ചോദിച്ചു, ജിബ്രീലെ ഇതാരാണ്? മഹാനവറുകൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഹൗലാഇ അല്ലദീന തതതാഖലു റൂസുഹും അനിസ്വലാഹ്. ഇവരാരാന്നറിയുമോ? നിസ്കാരത്തെ സമയം വിട്ട് ബന്ധിപ്പിക്കുന്നവരാണ്. കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിഷയമാണ് നിസ്കാരം എന്ന് പറയുന്നത്. അത് ഉപേക്ഷിക്കുന്നത് വൻകുറ്റമാണ്. അതുപോലെ തന്നെ നിസ്കാരത്തെ സമയം വിട്ട് ബന്ധിപ്പിക്കുക എന്നത് മറ്റൊരു വൻകുറ്റമാണ്. ഈ വലിയ ശിക്ഷയ്ക്ക് വിധേയരാകുന്ന ആളുകൾ നിസ്കരിക്കാത്തവരല്ല, നിസ്കരിക്കുന്നവരാണ്. പക്ഷേ തോന്നിയ സമയത്ത് നിസ്കരിക്കുന്നവരാണ്. നിസ്കരിക്കാറുണ്ട്. എപ്പോഴാ? സമയം കഴിഞ്ഞിട്ടാ നിസ്കരിക്കുക. പിന്നെയാകട്ടെ എന്നിങ്ങനെ പിന്നോക്കം വെച്ച് നിസ്കാരത്തെ സമയം വിട്ട് ബന്ധിപ്പിക്കുന്ന ആളുകൾ, അവർക്ക് കഠോരമായ ശിക്ഷയുണ്ട്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയാണ്. ഇമാമുകളൊക്കെ ഉദ്ധരിച്ച ഹദീസാണിത്. നിസ്കാരത്തെ സമയം വിട്ട് ബന്ധിപ്പിക്കുന്ന ആളുകൾക്കാണ് ഈ വലിയ പാറക്കല്ല് കൊണ്ട് തല ഇടിച്ച് പൊട്ടിച്ച് വീണ്ടും തല പൂർവസ്ഥിതിയിലായി വീണ്ടും തലയിടിച്ച് പൊട്ടിക്കുന്നു. സമയം വിട്ട് നിസ്കാരത്തെ ബന്ധിപ്പിച്ച ആളുകൾ കഠോരമായ ശിക്ഷയാണ്. നിസ്കാരം എന്ന് പറഞ്ഞാൽ സമയബന്ധിതമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഫർളാക്കിയ വിഷയമാണ്. ഹദീസിൽ കാണാം, വറദ അന്ന മൻ ഹാഫദ അല സ്വലാത്തി അക്റമഹു അല്ലാഹു ബിഖംസി ഖിസാൽ. ആരെങ്കിലും നിസ്കാരം കൃത്യമായി നിർവഹിച്ചാൽ, മുഹാഫദ ചെയ്താൽ, മുഹാഫദ എന്ന് പറഞ്ഞാൽ കൃത്യമായി നിസ്കാരത്തിന്റെ ആദാബുകളൊക്കെ പാലിച്ച് സമയത്ത് നിർവഹിക്കുക. സമയത്ത് നിർവഹിക്കുക എന്ന് പറയുമ്പോൾ തന്നെ സമയത്തിന്റെ ആദ്യത്തിലാണ് നിസ്കാരം നിർവഹിക്കുക. അങ്ങനെ ഒരാൾ കൃത്യമായി നിസ്കാരം നിർവഹിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 5 നേട്ടങ്ങളെ കൊണ്ട് അവനെ ആദരിക്കുന്നതാണ്. കൃത്യമായി മനസ്സിലാക്കുക, ഒരാൾ സൂക്ഷ്മതയോടെ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ 5 ബഹുമതികൾ അല്ലാഹു നൽകുന്നതാണ്. ഒന്ന്, യർഫഉ അൻഹു നീഖൽ ഐശി. നിസ്കാരം കൃത്യമായി നിർവഹിച്ചാൽ ആദ്യമായി ലഭിക്കുന്ന നേട്ടം എന്താണ്? ജീവിതത്തിലെ പ്രതിസന്ധികൾ നീങ്ങിപ്പോകുമെന്നുള്ളതാണ്. ഇത് ദുനിയാവാണ്. ഇവിടെ ജീവിക്കുമ്പോൾ പല പ്രയാസങ്ങളുമുണ്ട്. ശാരീരികമായ പ്രയാസങ്ങളുണ്ട്, സാമ്പത്തികമായ പ്രയാസങ്ങളുണ്ട്. ആ പ്രയാസങ്ങൾ നീങ്ങിപ്പോകാൻ, നിങ്ങളെ പ്രയാസങ്ങൾ നീങ്ങിപ്പോകണോ? കച്ചവടത്തിലെ പ്രയാസങ്ങൾ പരിഹരിക്കപ്പെടണോ? സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കപ്പെടണോ? ഉപായം നബി തങ്ങൾ പറയുകയാണ്, ഹാഫിളു അലസ്സലാ. നിസ്കാരത്തെ കൃത്യമായി നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, എന്നാൽ ജീവിതത്തിലെ പ്രതിസന്ധികൾ നീങ്ങിപ്പോകുന്നതാണ്. മറ്റൊന്ന്, അദാബൽ ഖബരി. ഖബറിന്റെ അദാബ് ഉയർന്നു പോകണോ? ചെയ്യേണ്ടത് എന്താണ്? നിസ്കാരം കൃത്യമായി നിലനിർത്തുക. ഖബറിൽ പലതരം അദാബുണ്ട്, വിശദീകരിക്കാൻ സമയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പോറ്റുമ്മയായിരുന്നു ബീവി ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹാ. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണ്, അബൂ ത്വാലിബിന്റെ ഭാര്യയാണ്. നബി തങ്ങളെ പോറ്റാൻ ഭാഗ്യം കിട്ടിയ മഹദിയാണ് ബീവി ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹാ. അവർ മരണപ്പെട്ട സമയത്ത് മജ്മഉ സവാഇദിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താൻ ധരിച്ച ഖമീസ്, നീളൻ കുപ്പായം, അത് അഴിച്ചുകൊണ്ട് അവരെ ഒന്ന് ധരിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അണിഞ്ഞിരുന്ന ഖമീസ്, നീളൻ കുപ്പായം, അത് ഉരിഞ്ഞ് അഴിച്ച്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബിൻത് അസദിനെ ഒന്ന് ധരിപ്പിച്ചു. പിന്നെയോ ഖബറടക്കാൻ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ ഖബറിൽ ഇറങ്ങി ഒന്ന് ചെരിഞ്ഞു കിടന്നു. ഫാത്തിമ ബിൻത് അസദിന് വേണ്ടി കുഴിച്ച ഖബറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊന്ന് കിടന്നു. സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇത്രയും കാലം ഞങ്ങൾ കാണാത്ത ഒരു കാഴ്ചയാണ്. ഒരു മയ്യിത്തിനും തങ്ങളെ ഖമീസ് ധരിപ്പിച്ചത് കണ്ടിട്ടില്ല. എന്തേ തങ്ങൾ അങ്ങനെ ചെയ്തത്? നബി തങ്ങൾ പറഞ്ഞു, ലിതുൽബസ മിൻ സിയാബിൽ ജന്ന. ഫാത്തിമ ബിൻത് അസദ് എന്നെ പോറ്റിയ ഉമ്മയാണ്. ഹദീസിൽ കാണാം, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഉമ്മി ബഅദ ഉമ്മി. എന്റെ ഉമ്മാക്കു ശേഷം എന്റെ ഉമ്മയായ ഫാത്തിമ ബിൻത് അസദിന് പൊറുക്കണം അല്ലാഹ്. ആ ഉമ്മ എത്ര ഭാഗ്യവതിയാണ്. പ്രസവിച്ച മോനല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. സ്വന്തം ഉമ്മ മരിക്കുന്ന സമയത്ത് 5-6 വയസ്സ് പ്രായമാണ്. അവർക്ക് അങ്ങനെ സേവനം ചെയ്യാൻ ഭാഗ്യമുണ്ടായിട്ടില്ല. പിൽക്കാലത്ത് തന്നെ സംരക്ഷിച്ച മാതാവിന്റെ ജനാസ തന്റെ ഖമീസ് ധരിപ്പിക്കുകയാണ്. അതെന്തിനു വേണ്ടിയാണ്? ലിതുൽബസ മിൻ സിയാബിൽ ജന്ന. ഫാത്തിമ ബിൻത് അസദിന് സ്വർഗീയ വസ്ത്രം കിട്ടാൻ വേണ്ടിയാണ്. യാ റസൂലല്ലാഹ്, തങ്ങൾ എന്തിനാണ് അവരെ ഖബറിൽ ഇറങ്ങി കടന്നത്? അതെന്തിനാണെന്നറിയുമോ? ഖബർ അവരെ എടുക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഏതൊരു മനുഷ്യനെ ഖബറിൽ കൊണ്ടുപോയി വെച്ചാലും, അമ്പിയാക്കളല്ലാത്ത ഏതൊരു മനുഷ്യനെ ഖബറിൽ കൊണ്ടുപോയി വെച്ചാലും, അത് നല്ല മനുഷ്യനായാലും ചീത്ത മനുഷ്യനായാലും അവരെ ഖബറൊന്ന് എടുക്കുന്നതാണ്. ഖബറിന്റെ 2 ഭാഗങ്ങളില്ലേ, ഈ മനുഷ്യനെ ഇങ്ങനെ എടുക്കുന്നതാണ്. അവിശ്വാസിയായ മനുഷ്യരെ ഖബറിന്റെ 2 ഭാഗങ്ങൾ ഇങ്ങനെ എടുക്കുമ്പോൾ അവന്റെ വാരിയല്ലുകൾ പരസ്പരം കോർക്കുകയാണ്. വല്ലാത്ത രംഗമാണ്. മുഅ്മിനായ മനുഷ്യന്റെയും മയ്യിത്തിനെ ഖബറങ്ങനെ എടുക്കുന്നതാണ്. അതിൽ നിന്ന് ഒരാളും രക്ഷപ്പെടുകയില്ല. ലൗ നജാ മിൻഹാ അഹദുൻ ലനജാ സഅദ് ബിൻ മുആദ്. ആരെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ അത് സ്വഹാബിയായ സഅദ് ബിൻ മുആദ് ആകേണ്ടിയിരുന്നു. സഅദ് ബിൻ മുആദ് തങ്ങൾ വലിയ സ്വഹാബിയാണ്. അദ്ദേഹം മരണപ്പെട്ട സമയത്ത് ഇഹ്തസ്സ അർശുർ റഹ്മാനി ലിമൗതി സഅദ് ബിൻ മുആദ്. സഅദ് ബിൻ മുആദ് തങ്ങൾ മരണപ്പെട്ടപ്പോൾ അല്ലാഹുവിന്റെ അർശ് ഇടുകിടാ വിറച്ചുപോയി. ആ സഅദ് ബിൻ മുആദ് പോലും ഖബറിന്റെ ഇടുക്കലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഒരാളും രക്ഷപ്പെടുകയില്ല. എന്റെ ഉമ്മയായ ഫാത്തിമ ബിൻത് അസദ് എന്നെ പോറ്റിയ ഉമ്മയാണ്. അവരെ ഖബർ എടുക്കുന്ന രംഗം ആലോചിച്ചപ്പോൾ എനിക്ക് പ്രയാസം വന്നതാണ്. അവരെ ഖബർ എടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാനൊന്ന് ഖബറിൽ ഇറങ്ങിക്കടന്നത്. എന്നെയും ഖബറെടുക്കും, നിങ്ങളെയും എടുക്കും. പക്ഷെ മുഅ്മിനായ മനുഷ്യനെ ഖബറെടുക്കുമ്പോൾ അതവന് വേദനിക്കില്ല. ഏതുപോലെ എന്നറിയുമോ? ഒരു മകൻ വർഷങ്ങളോളം ഗൾഫിൽ നിന്ന് തിരിച്ചു വരികയാണ്. അവനെ കാണുമ്പോൾ അവന്റെ ഉമ്മാക്കൊരു കെട്ടിപ്പിടുത്തമുണ്ട്. അത് മകനെ കാണാത്ത പിന്നെ കണ്ട സന്തോഷത്തിലുള്ള പിടുത്തമാണ്, അണച്ചുകൂട്ടലാണ്. ഉമ്മ തന്റെ ശക്തി സർവസ്വവും ഉപയോഗിച്ചുകൊണ്ടാണ് കെട്ടിപ്പിടിക്കുന്നത്. അത് മകന് വേദനിക്കുമോ? ഇല്ല. അത് വാത്സല്യത്തിന്റെ അണച്ചുകൂട്ടലാണ്. ഇതുപോലെ ഖബർ നമ്മുടെ ഉമ്മയാണ്. മണ്ണിൽ നിന്നല്ലേ നമ്മളെ പടക്കപ്പെട്ടത്. കാലങ്ങൾ കഴിഞ്ഞ് മണ്ണിലേക്ക് ചെല്ലുമ്പോ ആ ഒരു വാത്സല്യവും സ്നേഹവും മുഅ്മിനീങ്ങളോട് പ്രകടിപ്പിക്കുകയാണ്. അതേ സമയത്ത് ദോഷികളായ ആളുകളോട്, അവിശ്വാസികളായ ആളുകളോട് അവരെ വാരിയല്ലുകൾ പരസ്പരം കോർക്കും വിധം ഖബർ എടുക്കുന്നതാണ്.
അതിൽ നിന്ന് രക്ഷപ്പെട്ടത് ഫാത്തിമ ബിൻത് അസദ് മാത്രമാണ്. അതിന് വിധങ്ങൾ ഖബറിൽ ഇറങ്ങിക്കിടന്നത് കൊണ്ടാണ്. എന്റെയോ നിങ്ങളെയോ ഖബറിൽ അങ്ങനെ കിടക്കാൻ ഒരാളില്ല. അപ്പൊ ഖബറിലെ അദാബ് ഉയർന്നു പോകണോ? നിസ്കാരം കൃത്യമായി നിലനിർത്തിക്കോ. നിസ്കാരം കൃത്യമായി എന്ന് പറഞ്ഞാൽ കൃത്യം തന്നെ സമയത്ത് നിർവഹിക്കുക. അതുകൊണ്ടാണ് നിസ്കാരത്തിന്റെ സമയമായി കഴിഞ്ഞാൽ, ഇപ്പൊ ഇശാന്റെ സമയം, ഇപ്പൊ നമ്മളൊന്നും ഇശാ നിസ്കരിച്ചിട്ടില്ല, നമ്മളൊരു കാരണം കൊണ്ട് ഇവിടെ അങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ നമ്മുടെയൊക്കെ മനസ്സിലൊരു തീരുമാനം ഉണ്ടാകുന്നത് എന്താ? സുബഹിയുടെ മുമ്പ് എന്ന് പറഞ്ഞാൽ ഇശാന്റെ സമയം അവസാനിക്കുന്നതിന്റെ മുമ്പ് ഞാനത് നിസ്കരിക്കുന്നുള്ളൊരു തീരുമാനം ഉണ്ടാവും. ആ തീരുമാനം നിർബന്ധമാണ്. അത് ആ അസ്മ നിർബന്ധമാണ്. ഫിഖ്ഹിന്റെ കിതാബിലൊക്കെ കാണാം. അങ്ങനെ തീരുമാനിക്കാതെ പിന്നെ ഒരാൾ നിസ്കരിച്ചാൽ പോലും അവൻ കുറ്റക്കാരനാണെന്നാണ്. സമയത്തിന്റെ ആദ്യത്തിൽ നിസ്കരിക്കേണ്ടതാണ്. പക്ഷെ നമ്മൾ പിന്നെ പിന്തിപ്പിക്കുന്നു, അത് ഈ സമയത്ത് തന്നെ നിർവഹിക്കുമെന്ന തീരുമാനത്തോടു കൂടിയാവണം. അതല്ലെങ്കിൽ അത് കുറ്റകരമാണെന്നാ പറയണം ആണോ? അപ്പൊ ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഉപായം എന്ന് പറയുന്നത് കൃത്യമായി നിസ്കരിക്കുക എന്നുള്ളതാണ്. നിസ്കരിക്കാത്തവനെ ഖബറിൽ കൊണ്ടുപോയിട്ട് പിന്നെ അമ്മക്ക് തന്നെ നിസ്കരിക്കാത്ത ആളാ ഇന്ന് വരൂലേ. മറ്റൊന്ന് ഞാനിവിടെ പറഞ്ഞു എന്നറിയില്ല, സൂറത്തുൽ മുൽക്ക് ഓതുക. ഉമ്മമാരൊക്കെ എല്ലാ ദിവസവും ഓതുന്ന സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. നിത്യം പതിവാക്കേണ്ട ചില സൂറത്തുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില സൂറത്തുകൾ ഓതാതെ ഉറങ്ങാറില്ല. ഇത് ശഅബാൻ മാസമാണ്. ശഅബാൻ മാസം ഖുർആൻ ധാരാളമായി ഓതേണ്ട മാസമാണ് കിതാബിലൊക്കെ. ശഅബാൻ എപ്പോഴും ഖുർആൻ ഓതണം, ഖുർആൻ എപ്പോഴും ഓതണം. അത് ശഅബാൻ മാസത്തിൽ കൂടുതൽ ഓതണം, റമദാനിൽ അതിനേക്കാളേറെ കൂടുതൽ ഓതണം. ഖുർആൻ ഓതുമ്പോൾ ഉമ്മമാരൊക്കെ ഖുർആൻ ഓതുന്ന ആളുകളാണ്. ധാരാളം സുന്നത്തുകൾ അവിടെ പാലിക്കാനുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. എങ്ങനെങ്കിലും ഖുർആൻ ഓതില്ല. ഖുർആൻ ഓതുമ്പോൾ നമുക്ക് ഒരുപാട് സുന്നത്തുകൾ അവിടെ കിട്ടാനുണ്ട്. അതെന്താണ്? ഖുർആൻ ഓതാൻ വേണ്ടി മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ്. ഖുർആൻ ഓതാൻ വേണ്ടി മിസ്വാക്ക് ചെയ്യൽ സുന്നത്തുണ്ട്. നിസ്കരിക്കാൻ വേണ്ടി മിസ്വാക്ക് ചെയ്യൽ സുന്നത്തുണ്ട്. ഓരോ നിസ്കാരത്തിനും മിസ്വാക്ക് സുന്നത്ത്. അപ്പൊ തറാവീഹിനൊക്കെ 10 മിസ്വാക്ക് വരും. വുളൂഇന് മിസ്വാക്ക് സുന്നത്തുണ്ട്. വുളൂഇന്റെ അവിടെ പല മിസ്വാക്കും വരും. വുളൂഇന്റെ സുന്നത്തായ മിസ്വാക്ക് എന്ന് പറഞ്ഞാൽ വായിൽ വെള്ളം കൊപ്പിക്കുന്നതിന് മുൻകൈ കഴുകി വായിൽ വെള്ളം കുപ്പിക്കുന്നതിന് മുമ്പാണ് വുളൂഇന്റെ സുന്നത്തായ മിസ്വാക്ക്. അതേ സമയത്ത് മുൻകൈ കഴുകുമ്പോൾ നമ്മൾ ബിസ്മിയൊക്കെ ചൊല്ലല്ലോ. അപ്പൊ ദിക്ർ ചൊല്ലാൻ വേണ്ടി ഒരു മിസ്വാക്ക് ചെയ്യുന്ന സുന്നത്തുണ്ട്. ഇങ്ങനെ പാലിക്കുകയാണെങ്കിൽ ഒരു ദിവസം എത്ര സുന്നത്ത് എടുക്കാണ്ടെന്ന് അറിയാം നമുക്ക്. ഇതിനൊന്നും ഒരു പ്രയാസമില്ല. ഉമ്മമാരിങ്ങനെ ദിവസം ഖുർആൻ ഓതുന്ന ആളുകൾ, അതിലിരിക്കുന്ന ആളുകളാ. അപ്പോ മിസ്വാക്ക് പേസ്റ്റൊക്കെ തേച്ചിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരതൊന്നും വേണ്ട. സുന്നത്തിട്ടാല് ബ്രഷ് എടുത്തൊന്നും ഒരതിയാൽ മതി. പിന്നെ അതിന് മിസ്വാക്ക് പിടിക്കലൊരു സുന്നത്തായ കോലുണ്ട്. അത് ചെയ്യുമ്പോ എങ്ങനെ ചെയ്യണം എന്നതിനൊരു കോലുണ്ട്. അങ്ങനെയൊക്കെ ഇസ്ലാം എന്ന് പറഞ്ഞ സമഗ്ര ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഇസ്ലാം ഇടപെടുന്നുണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കണം. അപ്പൊ ഖുർആൻ ഓതാൻ ഒരു മിസ്വാക്ക് ചെയ്യുന്ന സുന്നത്തുണ്ട്. മറ്റൊന്നെന്താണ്? ഖിബ്ലക്ക് മുന്നിട്ടുകൊണ്ട് ഖുർആൻ ഓതൽ സുന്നത്താണ്. എങ്ങനെങ്കിലും തിരിഞ്ഞിരുന്ന് ഓതരുത്. ഖിബ്ലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഖുർആൻ ഓതൽ സുന്നത്താണ്. ഖുർആൻ ഓതാൻ വൃത്തിയുള്ള സ്ഥലം തിരഞ്ഞെടുക്കൽ സുന്നത്താണ്. അഅൂദു ഓതൽ സുന്നത്താണ്. അർത്ഥം ചിന്തിച്ചുകൊണ്ട് ആയത്ത് മടക്കി ഓതൽ സുന്നത്താണ്. അതുപോലെ തന്നെ ഇമാമുകൾ പ്രത്യേകം പറഞ്ഞതു കാണാം, വയുസ്തഹബ്ബു തർദീദുൽ ആയാ ലിതദബ്ബുരിൽ മആനി. അർത്ഥം ചിന്തിക്കാൻ വേണ്ടി ആയത്ത് മടക്കി ഓതുക. അബൂ ഹനീഫ തങ്ങളുടെ ചരിത്രത്തിൽ കാണാം, മഹാനവറുകൾ ഇങ്ങനെ ഇശാ നിസ്കരിച്ച ശേഷം സുന്നത്ത് നിസ്കരിക്കുകയാണ്. പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നയാൾ ലൈറ്റൊക്കെ ഓഫാക്കി പോകാനുള്ള ശ്രമത്തിലാണ്. അബൂ ഹനീഫ തങ്ങൾ നിസ്കരിക്കുകയാണ്. മൂപ്പർ ഓഫാക്കുല്ലോ എന്ന രീതിയിൽ മുക്രി പോയി. സുബഹി ബാങ്ക് വിളിക്കാൻ വേണ്ടി ഈ മുക്രി വന്ന സമയത്ത് അപ്പോഴും അബൂ ഹനീഫ തങ്ങൾ ഒരായത്തിൽ ഇങ്ങനെ താടിമ പിടിച്ചു ഓതുകയാണ്. സുബഹി ആയത് അദ്ദേഹം അറിഞ്ഞിട്ടില്ല. ഖുർആനിൽ ലയിച്ചു നോക്കുകയാണ്. നമുക്ക് ആ ലയനൊന്നുമില്ല. അപ്പുറത്ത് മൊബൈലിൽ മെസ്സേജ് വന്നു, വാട്സപ്പിൽ മെസ്സേജ് വന്നു, റീപ്ലൈ വന്നു, നോക്കിക്കൂടെ നമ്മൾ ഓതുകയാണെങ്കിൽ തന്നെ ഓതുക അല്ലേ. അപ്പൊ ശഅബാൻ ധാരാളമായി ഖുർആൻ ഓതേണ്ട മാസമാണ്. ഖുർആൻ ഓതുമ്പോൾ പാലിക്കേണ്ട ധാരാളം സുന്നത്തുകളുണ്ട്.
അതുപോലെ തന്നെ റഹ്മത്തുമായി ബന്ധപ്പെടുന്ന ആയത്തുകൾ ഓതിപ്പോകുന്ന സമയത്ത് അള്ളാഹുവിനോട് റഹ്മത്തിനെ ചോദിക്കണം. അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്ന ആയത്തുകൾ ഓതിപ്പോകുമ്പോൾ പറയണം അല്ലേ? അദാബിനെ പറ്റി പറയുന്ന ആയത്ത് ഓതുമ്പോൾ അല്ലാഹുമ്മ അഇദ്നാ മിൻ അദാബിക, റഹ്മത്തിനെ പറ്റി പറയുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ റഹ്മതിക ലക മിൻ ഫദ്ലിക, അങ്ങനെയൊക്കെ ചോദിക്കണം. അതൊക്കെ സുന്നത്തായിരിക്കട്ടെ. അപ്പോൾ എല്ലാ ദിവസവും സൂറത്തുൽ മുൽക്ക് ഓതുന്നത് ഖബറിൽ അദാബ് എന്ന് പോകാനുള്ള നിമിത്തമാണ്. ഒരു സ്വഹാബിയായ മനുഷ്യൻ അയാൾക്ക് വീടെടുക്കുകയാണ്. വീടെടുക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് കുഴിയെടുത്തു. നോക്കുമ്പോ അവിടെ ഒരു ഖബറാണ്. ആ ഖബറിൽ ഒരാൾ ഖുർആൻ ഓതുന്നു. അത് സൂറത്തുൽ മുൽക്കാണ്. യാ റസൂലല്ലാഹ്, ഞാനിങ്ങനെ വീടെടുക്കാൻ വേണ്ടി കുഴിയെടുത്തപ്പോ അതിൽ ഒരാൾ സൂറത്ത് തബാറക ഓതുന്നു. നബി തങ്ങൾ പറഞ്ഞു, ഹിയൽ മാനിയാ ഹിയൽ മുൻസിയാ, ഖബറിന്റെ അദാബിൽ നിന്ന് സുരക്ഷ നൽകുന്ന അധ്യായമാണ് സൂറത്തുൽ മുൽക്ക്. ഓതുക. കച്ചവടക്കാരും സഹോദരിമാരും എല്ലാവരും എല്ലാ ദിവസവും സൂറത്തുൽ മുൽക്ക് ഓതുക. പിന്നെ നിസ്കാരം കൃത്യമായി നിലനിർത്തിയാൽ കിട്ടുന്ന മൂന്നാമത്തെ നേട്ടം അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ തിന്മകൾ എഴുതിയ കിതാബില്ലേ, അത് ഒരാൾക്ക് വലങ്കയിൽ കിട്ടിയാൽ അവൻ രക്ഷപ്പെട്ടു പോയി. അല്ലാത്തവന്റെ കാര്യം പരാജയം തന്നെ. ആ കിതാബ് വലങ്കയിൽ കിട്ടാൻ ചെയ്യേണ്ടത് എന്താണെന്നറിയുമോ? നിസ്കാരം കൃത്യമായി നിലനിർത്തുക. ഒരു കിതാബ് ലഭിക്കാനുണ്ട്. മറ്റുള്ളവരെ മുന്നിൽ നമ്മളൊക്കെ മാന്യന്മാരാണ്. നമ്മൾ വലിയ അഭിപ്രായം പറയാൻ കഴിയുന്നവരാണ്. സദസ്സിലേക്കൊക്കെ മുന്നിൽ വെക്കാൻ പറ്റുന്നവരാണ്. പക്ഷേ രഹസ്യ ജീവിതമുണ്ടല്ലോ. നബി തങ്ങൾ പറഞ്ഞില്ലേ, ഖിയാമത്ത് നാളിൽ ഒരു വിഭാഗം ആളുകൾ വരാനുണ്ട്. അവരെ കാര്യം അമ്പ പരാജയമാണ്. ആരാണ് യാ റസൂലല്ലാഹ്? നബി തങ്ങൾ പറഞ്ഞു, ജനങ്ങൾക്കിടയിലൊക്കെ വളരെ സുസമ്മതരാണ്, വലിയ മാന്യന്മാരാണ്. പക്ഷേ അവര് രഹസ്യമാകുന്ന സമയത്ത്, ഒരാളും കാണാത്ത സമയത്ത് അവര് വലിയ തെറ്റുകൾ ചെയ്യുന്നു. യൂട്യൂബിൽ അശ്ലീല വീഡിയോസുകൾ കാണുന്നു, അനാവശ്യ ചാറ്റ് നടത്തുന്നു. അങ്ങനെയുള്ള ആളുകൾ ഖിയാമത്ത് നാളിൽ വരുമ്പോ വലിയ നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, പക്ഷേ യജ്അലുഹുല്ലാഹു ഹബഅൻ മൻസൂറാ, വിതറപ്പെട്ട ധൂളികളെ പോലെ ആക്കുന്നതാണ്. നബി തങ്ങൾ ഉമറന്നവർക്ക് പഠിപ്പിച്ചു കൊടുത്ത ദുആ, അല്ലാഹുമ്മ ജഅൽ സരീറതി ഖൈറൻ മിൻ അലാനിയതി വജഅൽ അലാനിയതി സ്വാലിഹാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ദുആയാ, അല്ലാഹുമ്മ ജഅൽ സരീറതി, പടച്ചവനെ എന്റെ രഹസ്യത്തെ നീ ആക്കണം, ഖൈറൻ മിൻ അലാനിയതി, എന്റെ പരസ്യത്തേക്കാൾ നന്നാക്കണം. നമ്മൾ പരസ്യമായിട്ട് എങ്ങനെയാണോ നമ്മുടെ സമീപനം, അതിനേക്കാൾ വളരെ ഉഷാറായിരിക്കണം രഹസ്യമായി അല്ലാഹുവും നമ്മളുമായിട്ടുള്ള ഇടപെടൽ. വജഅൽ അലാനിയതി സ്വാലിഹാ. കണ്ടോ? അപ്പോ ഖിയാമത്ത് നാളിൽ വലങ്കയിൽ കിതാബ് ലഭിക്കുന്ന ആളുകൾ രക്ഷപ്പെട്ടു പോയി. അതിന് നിസ്കാരം കൃത്യമായി നിലനിർത്തണം. പിന്നെ കിട്ടുന്ന നേട്ടം എന്താണെന്നറിയുമോ? സിറാത്ത് എന്ന് പറയുന്ന ഒരു പാലമുണ്ട്. അത് എവിടെ നാട്ടപ്പെട്ട പാലമാണ്? നരകത്തിന്റെ മീതെ നാട്ടപ്പെട്ട പാലമാണ്. ആ പാലത്തെ കുറിച്ച് കേട്ടിട്ടില്ലേ നിങ്ങൾ? അത് മുടിനാരിഴയേക്കാൾ ലോലമാണ്, വാളിനേക്കാൾ മൂർച്ചയുണ്ടെന്നൊക്കെ കേട്ടിട്ടില്ലേ? ആ പാലം പല രീതിയിൽ വിട്ടുകിടക്കുന്ന ആളുകളുണ്ട്. മിന്നൽ പിണർ പോലെ, ഇടിമിന്ന് പോലെ വിട്ടുകിടക്കുന്ന ആളുകളുണ്ട്. കാറ്റിന്റെ വേഗതയിൽ വിട്ടുകിടക്കുന്ന ആളുകളുണ്ട്. ഇഴഞ്ഞിഴഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട്. ഓരോരുത്തരും അമലിന്റെ അളവനുസരിച്ചാണ്. സിറാത്ത് പാലം മിന്നൽ പിണർ പോലെ വിട്ടുകിടക്കണോ? കൃത്യമായി നിസ്കരിച്ചോ? കച്ചവടത്തിന് പോകുന്ന ആളുകൾ കച്ചവടത്തിൽ കൂടുതൽ ലാഭമുണ്ടാക്കാൻ വേണ്ടി
മറ്റു തിന്മകൾ ചെയ്യാൻ പാടില്ല എന്ന പോലെ നിസ്കാരം ഒഴിവാക്കിക്കൊണ്ട് നമ്മളൊരു കച്ചവടവും ചെയ്യാൻ പാടില്ല. ചില ആളുകളെ പറ്റി നമ്മൾ കേട്ടിട്ടില്ലേ, നിസ്കാരത്തിന്റെ സമയമായാൽ കടയടച്ച് പള്ളിയിൽ പോകുന്ന ആളുകൾ അവരെ കച്ചവടത്തിൽ ബറക്കത്തുണ്ട്, ബറക്കത്തിന്റെ വഴികൾ സ്വീകരിക്കണം. അപ്പൊ സിറാത്തു പാലം മിന്നൽ പിണർ വേഗത്തിൽ വിട്ടുകടക്കാൻ ചെയ്യേണ്ട ഒരു അമൽ എന്താണെന്നറിയുമോ? നിസ്കാരം കൃത്യമായി നിർവഹിക്കലാണ്. വയദ്ഖുലുൽ ജന്നത ബിഗൈരി ഹിസാബ്, വിചാരണ കൂടാതെ സ്വർഗത്തിൽ കടക്കാൻ കഴിയുന്നതാണ്. അല്ലാഹുവിന്റെ മുന്നിൽ ഒരു നൃത്തമുണ്ട്. സൂറത്തുർ റഹ്മാൻ ഓതുന്ന ആളുകൾ ഓതിപ്പോകാറില്ലേ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. അല്ലാഹുവിന്റെ മുമ്പാകെയുള്ള നൃത്തം ഭയപ്പെട്ട ആളുകളില്ലേ, അവർക്ക് 2 സ്വർഗമുണ്ട്. സ്വർഗം എനിക്കും ഞാൻ വയ്യാൽ തുടർന്നോർക്കും സുഖത്തോടെ തന്നാൽ ഇറങ്ങാം ഞാനെന്നോവർ. അവർക്കന്ന് 4 സ്വർഗം കൊടുത്താരേ ഉടനെ ദുനിയാവിൽ പിറന്ന് വളർന്നോവർ. ശൈഖ് റിഫാഇ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 4 സ്വർഗം കൊടുത്ത സംഭവം റിഫാഇ മാലയിൽ പാടാറില്ലേ? അല്ലാഹുവിന്റെ മുന്നിലുള്ള നൃത്തം ഇവിടെ ജനങ്ങളെ ബോധിപ്പിക്കാനല്ല. ഇവിടെ ഒരു പക്ഷെ സത്യം പറഞ്ഞാൽ ഒന്ന് തല താഴ്ത്തേണ്ടി വന്നേക്കാം, സാമ്പത്തിക നഷ്ടം സഹിക്കേണ്ടി വന്നേക്കാം, മറ്റു പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നേക്കാം. പക്ഷേ എന്റെ ഉസ്താദുമാരുടെ മുന്നിൽ, മാതാപിതാക്കളുടെ മുന്നിൽ, ഭാര്യ സന്താനങ്ങളുടെ മുന്നിൽ, നാട്ടുകാരുടെ മുന്നിൽ, എല്ലാ ജനങ്ങളും സമ്മേളിക്കുന്നതിന്റെ മുമ്പിൽ എന്നെ മറപൊളിയാതിരിക്കാൻ ആ നൃത്തത്തെ പേടിച്ചുകൊണ്ട് അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ, ആ നൃത്തത്തെ പേടിച്ച് തിന്മകളെ കൊണ്ട് ശരീരത്തെ തടഞ്ഞു വെച്ചവരില്ലേ? പള്ളിയിൽ നിന്ന് സുബ്ഹിക്ക് ബാങ്ക് വിളിക്കുമ്പോ ഉറങ്ങാൻ നല്ല സുഖമുള്ള സമയമാണ്. ഒരു പക്ഷേ പുറത്ത് നല്ല മഴയുണ്ട്, നല്ല തണുപ്പുണ്ട്, വെള്ളം തുടിക്കാൻ ഇഷ്ടപ്പെടാത്ത സമയമാണ്. പക്ഷെ എന്റെ റബ്ബാണല്ലോ വിളിച്ചത്, അവന്റെ വിളിക്കുത്തരം ചെയ്യണമല്ലോ. ആ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിച്ചവനിക്ക് വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ തതജാഫാ ജുനൂബുഹും അനിൽ മവാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅൻ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുറത്തി അഅ്യുൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ആ ഒരു നൃത്തം എന്റെ റബ്ബിന്റെ മുന്നിൽ ഞാൻ നിൽക്കണമല്ലോ എന്നുള്ള ചിന്ത, ആ ചിന്തയുണ്ടെങ്കിൽ ഹറാമുകളിൽ നിന്നൊക്കെ മാറി നടക്കാൻ കഴിയും. നിസ്കാരം കൃത്യമായി നിലനിർത്തും. അവർക്ക് സ്വർഗത്തിൽ വിചാരണ കൂടാതെ കിടക്കാം. നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണം. ഞാൻ ചുരുക്കുകയാണ്. പിന്നെയോ ഒരാൾ നിസ്കാരത്തിന്റെ കാര്യം വില കുറച്ചുകൊണ്ടു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സംസാരിച്ചത് മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. മരണത്തിന് വേണ്ടി തയ്യാറെടുക്കണം എന്ന് പറഞ്ഞെടുത്ത് ഫിഖ്ഹിന്റെ ഇബാറത്ത് വൽ യസ്തഇദ്ദ വുജൂബൻ വൽ യസ്തഇദ്ദ ബിത്തൗബതി, തൗബ കൊണ്ട് തയ്യാറെടുക്കണം. തൗബ എന്ന് പറഞ്ഞാൽ അവിടെ ഇമാം ഇബ്നു ഹജ്ർ ഹൈതമി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു, വറദ്ദിൽ മവാലിമി, അന്യായങ്ങളൊക്കെ തിരിച്ചു കൊടുക്കണം. അതിൽപ്പെട്ടതാണ് നിസ്കാരം ഖളാ വിട്ടാളതൊക്കെ വിട്ടണം. ഒരുപാട് നിസ്കാരം നമുക്കൊക്കെ പലർക്കും ഖളാ ആയി പോയിട്ടുണ്ടാവും. പ്രായപൂർത്തിയായാൽ പിന്നെ നിസ്കാരം നിർബന്ധമല്ലേ? പ്രായപൂർത്തിയായ മുതൽ പെൺകുട്ടികൾക്ക് ഹൈദ് രക്തം സ്രവിക്കാനുള്ള ഏറ്റവും ചുരുങ്ങിയ പ്രായം സുമാർ 9 വയസ്സ് പൂർത്തി, ചാന്ദ്രിക വർഷപ്രകാരം 9 വയസ്സ് പൂർത്തിയാകുക. ഹൈദുണ്ടായ മുതൽ അവർക്ക് പ്രായപൂർത്തിയായി. പ്രായപൂർത്തിയായ മുതൽ ഒരുപാട് നിസ്കാരം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഈ നഷ്ടപ്പെട്ട നിസ്കാരമൊക്കെ നമ്മൾ ഖളാ കൂട്ടണം. വമൻ അലൈഹി ഫവായിതു, ഒരാൾക്ക് പല നിസ്കാരങ്ങളും ഖളാ ഉണ്ട്, എത്രയാണെന്നറിയില്ല. അവരെന്താ ചെയ്യേണ്ടത്? എന്റെ മേലുള്ള നിസ്കാരങ്ങളൊക്കെ ബാധ്യത തീർന്നു എന്ന് അവൻ ഉറപ്പ് വരുവോളം നിസ്കരിക്കരുത്.
അപ്പൊ നമ്മൾ കിട്ടുന്ന സമയമൊക്കെ അതാണ്. ഒരാൾക്ക് ഫർദ് നിസ്കാരം ഖളാ വീട്ടാണെങ്കിൽ അവൻ പിന്നെ മൊബൈലിൽ കൊണ്ടൊരു ഹറാമായി വരും. ഫർദ് നിസ്കാരം ഖളാ ഉള്ളവൻ സുന്നത്ത് നിസ്കാരത്തിന്റെ സമയം പോലും മാറ്റിവെച്ച് ഖളാ വീട്ടാണ് വേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ഫർദ് നിസ്കരിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണം ഇശാ നിസ്കരിച്ചു കഴിഞ്ഞാൽ സുന്നത്തിന്റെ ഒക്കെ പുറമെ ഒരു ഇശാ ഖളാ വീട്ടുക, ഒരു ഇശാ ഖളാ വീട്ടുക. അതിന് ഖളാ വീട്ടാൻ ഇന്ന വർഷത്തെ ഇന്ന മാസത്തിലെ ഇന്ന ദിവസത്തെ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ഫർദ് നിസ്കാരത്തിന് നിയ്യത്തിൽ നിർബന്ധമുള്ള സംഗതി ഖസ്ദുൽ ഫിഅൽ തഅയീന് ഫർദിയ്യത്ത്. ഞാൻ നിസ്കരിക്കുന്നു, ഇന്ന നിസ്കാരം ഫർദ്, ഈ മൂന്ന് കാര്യങ്ങളെ ഇപ്പൊ നിയ്യത്തുള്ളൂ, നിർബന്ധമുള്ളൂ. അതല്ലാതെ അദാഇനോ ഖളാഇനോ പറയൽ നിർബന്ധമില്ല, സുന്നത്താണ്. അപ്പൊ അതുകൊണ്ട് ഇന്ന വർഷത്തിലെ ഇന്ന ദിവസത്തിലെ ഇന്ന സമയത്ത് നിസ്കാരം എന്ന് പറയേണ്ട ആവശ്യമില്ല. ഖളാഉള്ള ഇശാ നിസ്കാരം, ഫർദായ ഇശാ നിസ്കാരം ഖളാ ആയതാണ് റക്അത്ത് മതി, ഞാൻ നിസ്കരിക്കുന്നു. അങ്ങനെ ഒരു നിസ്കാരം ഖളാ വീട്ടുക. അങ്ങനെ വീട്ടി ഒഴി വീട്ടുന്ന സമയത്തൊക്കെ അത് വലിയ ഇടങ്ങറില്ലാതെ വീട്ടാൻ കഴിയും. ഓരോ നിസ്കാരത്തിന് ശേഷം ഒരു നിസ്കാരം ഖളാ വീട്ടി പോയാലേ വല്ലാതെ കൂടുതലുണ്ട് എന്നുള്ള ബോധ്യമുള്ള ആൾക്കാർ അതനുസരിച്ച് വീട്ടേണ്ടി വരും. അതുപോലെ തന്നെ നോമ്പ് നഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ടാവും. സ്ത്രീകളിൽ നിന്ന് പലപ്പോഴും കേൾക്കുന്ന ഒരു സംശയമാണ്, ഓളെ പ്രസവിച്ച് കിടന്ന സമയത്ത് കുറെ നോമ്പ് പോയിട്ടുണ്ട്, ഓനെ പ്രസവിച്ച് 45 കൊല്ലായി, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒത്തുവരുന്ന രൂപങ്ങളില്ലേ, അത് വിശദീകരിക്കാൻ സമയമല്ല, ദീർഘമായി പറയണം. നോമ്പുമായി ബന്ധപ്പെട്ട സമയത്ത് പറയാം, ദീർഘമായി പറയുന്ന സംഗതിയാണ്. ഗർഭിണികളായ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുദ് നിർബന്ധമാക്കുന്ന ഒരു രീതി അതെപ്പോഴാ? തന്റെ വയറ്റിലുള്ള കുഞ്ഞിന്റെ ആ ഒരു സുരക്ഷയിൽ അതിൽ ഭയന്ന് മാത്രം നോമ്പൊഴിവാക്കി. തന്റെ വയറ്റിലുള്ള കുഞ്ഞിന് എന്തെങ്കിലും പറ്റിപ്പോകുമോ എന്ന ഒരാദി കൊണ്ട് മാത്രം, തന്റെ ശരീരത്തെക്കുറിച്ചുള്ള ഭയം ഇല്ല, കുട്ടിയുടെ കാര്യത്തിൽ മാത്രമാണ് പേടി. അങ്ങനെ നോമ്പൊഴിവാക്കിയാൽ അവിടെ ആ നോമ്പ് ഖളാ വീട്ടുന്നതിന്റെ ഒപ്പം ഒരു മുദ്ദു കൂടെ കൊടുക്കൽ നിർബന്ധമാണ്. ഖളാ വീട്ടുന്നതിന്റെ ഒപ്പം ഒരു മുദ്ദു കൂടെ കൊടുക്കൽ നിർബന്ധമാണ്. നേരെ മറിച്ച് തന്റെ മേലും ആശങ്കയുണ്ട്, കുട്ടിയുടെ മേലിലും ആശങ്കയുണ്ട്, മുദ്ദു നിർബന്ധമല്ല, നോമ്പ് ഖളാ വീട്ടിയാൽ മതി. തന്റെ മേൽ മാത്രമാണ് ആശങ്ക, കുട്ടിയുടെ മേലൊന്നുമില്ല, നോമ്പ് ഖളാ വീട്ടണ്ട, മുദ്ദ് കൊടുക്കേണ്ട, നോമ്പ് ഖളാ മാത്രം വീട്ടിയാൽ മതി. അപ്പൊ അങ്ങനെ മുദ്ദ് നിർബന്ധമാകുന്നതും അല്ലാത്തതുമായ സൂറത്തുണ്ടാവും. അതിന്റെ അപ്പുറമാണ് ഈ നോമ്പ് ഖളാ ഉള്ളത്. പിന്തിപ്പിച്ച ആളുകൾ കുറെ ഉണ്ടാവും. നേരത്തെ ഖളാ ആയ നോമ്പ് അതിങ്ങനെ ഒരു നോക്കാതെ അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും. ആ ഖളാഇനെ പിന്തിപ്പിച്ചാൽ വർഷം അനുസരിച്ച് മുദ്ദങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അതൊക്കെ ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് അതുമായി ബന്ധപ്പെട്ട സമയത്ത് പറയാം. മരണപ്പെട്ടുപോയ ആളുകൾ, നോമ്പ് ബാധ്യതപ്പെട്ട് അത് വീട്ടാതെ മരണപ്പെട്ടുപോയ ആളുകൾ ഉണ്ടാകും. അവരെ തൊട്ട് മുദ്ദ് കൊടുക്കേണ്ട മസാലകളുണ്ട്, മുദ്ദ് കൊടുക്കണം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി പിന്നെ പറയാം. അപ്പൊ നിസ്കാരത്തിന്റെ കാര്യം ഒരാൾ ഗൗനിച്ചാലുള്ള നേട്ടമാണ് ഈ പറഞ്ഞത്. ഇനി ഒരാൾ നിസ്കാരത്തിന്റെ കാര്യം അത് നിസ്സാരമായി കണ്ടു, നമ്മിൽ പലർക്കുമുള്ള ഒരു സ്വഭാവ. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു കല്യാണത്തിന് പോയാൽ, ഒരു സൽക്കാരത്തിന് പോയാൽ അന്ന് പിന്നെ നിസ്കാരം ഉണ്ടാവില്ല. ഇവിടുത്തെ ആൾക്കാരെ കുറിച്ചല്ല മുത്തതിലാ പറഞ്ഞില്ല. ഒരു കല്യാണത്തിനൊക്കെ പോയാലേ, സൽക്കാരത്തിനൊക്കെ പോയാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഓൽക്ക് പിന്നെ അതിലെ കെട്ട്, ഓല് ചിലപ്പോൾ നല്ല ചൊല്ലിപ്പറച്ചിൽ ഓത്തക്കുള്ള ആൾക്കാരുടെ കാരണം, പക്ഷെ അന്ന് നിസ്കാരം ഉണ്ടാവില്ല. അടുത്ത ഹറാമാണ്, കടുത്ത തെറ്റാണ്. ഞാൻ പറഞ്ഞില്ലേ, നിസ്കാരം ഒഴിവാക്കൽ മാത്രമല്ല തെറ്റ്, സമയത്തെ വിട്ട് പിന്തിപ്പിക്കലും വൻകുറ്റമാണ്, വൻകുറ്റമാണ്. നിസ്കരിച്ചോളണം. അതിപ്പോ നമ്മൾ നിസ്കാരത്തിന്റെ സമയത്ത് ട്രെയിനിലാണോ നിസ്കരിക്കണം, ഫ്ലൈറ്റിലാണോ നിസ്കരിക്കണം, അതിനൊക്കെ അതിൻ്റെതായ മസാലകളുണ്ട്. അവിടുന്ന് എങ്ങനെ നിസ്കരിക്കാം? ഒരാൾ കപ്പലിലാണോ, അവിടുന്ന് നിസ്കരിക്കണം. ബുദ്ധിയും വിവേകവും ബാക്കിയുള്ള ഒരു സമയത്ത് നിസ്കാരം ഒഴിവാക്കുന്ന സന്ദർഭമല്ലല്ലോ, അപ്പോഴൊക്കെ നിസ്കരിക്കണം. നിസ്കാരത്തിന്റെ കാര്യം ഒരാൾ വില കുറച്ചു കണ്ടാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വമൻ തഹാവന അനിസ് സ്വലാഹ ആഖബഹു അല്ലാഹു ബി15 ഉഖൂബ. നിസ്കാരത്തിന്റെ കാര്യം ഒരാൾ വില കുറച്ചു കണ്ടാൽ 15 ശിക്ഷകളെ കൊണ്ട് അല്ലാഹു അവനെ ശിക്ഷിക്കുന്നതാണ്. അതിൽ 5 ഈ ദുനിയാവിൽ വെച്ചു തന്നെയാണ്, 3 മരണസമയത്താണ്, 3 ഖബറിലാണ്, 3 ഖബറിൽ നിന്ന് പുറത്തു പോരുമ്പോഴാണ്. നിസ്കാരത്തിന്റെ കാര്യം വില കുറച്ചു കണ്ടാൽ ദുനിയാവിൽ വെച്ച് ലഭിക്കുന്ന 5 ശിക്ഷകളില്ലേ, ഒന്നാമത്തത് അവന്റെ ആയുസ്സിൽ നിന്നും ബറക്കത്ത് ഉരപ്പെടുന്നതാണ്.
കഴിഞ്ഞില്ലേ? ആകെയുള്ള പ്രശ്നം ഇപ്പൊ നമുക്ക് എന്താ? കച്ചവടത്തിൽ പുരോഗതി ഇല്ല, ആ ബറക്കത്തില്ല, ഈ ബറക്കത്തില്ല. ജീവിതത്തിൽ നിന്ന് ആയുസ്സിൽ നിന്ന് ബറക്കത്ത് ഉരിയപ്പെടാനുള്ള ഒരു പ്രധാന കാരണം എന്താ? നിസ്കാരത്തിന്റെ കാര്യം ഗൗനിക്കാതിരിക്കല. പിന്നെ ഓന് എന്ത് ചെയ്തിട്ട് എന്താ കാര്യം? നിസ്കരിക്കാത്തവരോട് പിന്നെ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? നിസ്കരിക്കാത്ത പിന്നെ എങ്ങനെ തലകുത്തി പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മളൊക്കെ പരാതി ദുആ സ്വീകരിക്കണില്ല എന്നാ. ദുആ സ്വീകരിക്കാൻ ഒരുപാട് സംഗതികൾ ഉൾച്ചേരണ്ടേ? അതിൽ വളരെ പ്രധാനപ്പെട്ട സംഗതിയല്ലേ നിസ്കരിക്കുക. നിസ്കാരത്തിൽ ദുആക്ക് ഏറ്റവും ഇജാബത്ത് കിട്ടുന്ന സമയമാണ് സുജൂദ് അറിയണം. അതുകൊണ്ടല്ലേ സുജൂദിൽ നിങ്ങൾ ദുആ വർദ്ധിപ്പിച്ചോളൂ എന്ന് റസൂലുള്ളാഹിന്റെ ഹദീസില്ലേ? اللهم اغفر لي ذنبي كله دقه وجله وأوله وآخره وعلانيته وسره. സുജൂദിൽ ദുആ ചെയ്യാൻ വേണ്ടി ഹദീസിൽ വന്ന പദമാണ്. സുജൂദിൽ ദുആ ചെയ്യണം, ദുആ വർദ്ധിപ്പിക്കണം. ദുആക്ക് ഉത്തരം ലഭിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് സുജൂദിലായി കിടക്കുന്ന സമയം. നിസ്കരിക്കണ്ടേ? അങ്ങനെ ദുആക്ക് ഇജാബത്തുള്ള സമയമൊക്കെ നേരത്തിന് കൃത്യമായി നിസ്കരിക്കാം. ദുആക്ക് ഇജാബത്തുള്ള സമയത്തൊക്കെ ദുആക്കുക. ദുആക്ക് ഇജാബത്തുള്ള ഒരു പ്രധാന സമയമാണ് അത്താഴ സമയം. തഹജ്ജുദിന്റെ സമയല്ലേ? തഹജ്ജുദിന്റെ സമയം ഉമ്മമാരൊക്കെ വിത്ർ നിസ്കരിക്കുക. ഞാൻ ഇടക്കിടക്ക് ഓരോ മസാല പറയാം. ഉമ്മമാരൊക്കെ വിത്ർ നിസ്കരിക്കുന്ന ആളുകളായി. വിത്ർ നിസ്കാരം ഏറ്റവും കൂടിയാൽ 11 അറിയാൻ ഒരു മിനിമം 3 റക്അത്തെങ്കിലും നിസ്കരിക്കണം നമ്മുടെ വിത്ർ നിസ്കാരം. ആ വിത്ർ നിസ്കാരം അത് രാത്രിയിലെ അവസാന നിസ്കാരമാക്കൽ സുന്നത്താണ്. രാത്രിയിലെ അവസാന നിസ്കാരം വിത്റായിരിക്കും. അതുകൊണ്ട് തന്നെ തഹജ്ജുദിന്റെ സമയത്ത്, അത്താഴ സമയത്ത് ഉണരും എന്ന് ഉറപ്പുള്ള ആളുകൾക്ക് വിത്ർ നിസ്കാരത്തെ പൂർണ്ണമായി അങ്ങോട്ട് ബന്ധിക്കൽ സുന്നത്താണ്. നിങ്ങൾ ഇശാ നിസ്കരിച്ച ഉടനെ വിത്ർ നിസ്കരിക്കണ്ട. തഹജ്ജുദ് നിസ്കരിക്കുന്ന, തഹജ്ജുദിന് എഴുന്നേൽക്കുന്ന ആളുകളാണോ, അന്നേരത്ത് ഉണരും എന്ന് ഉറപ്പുള്ള ആളുകളാണോ, വിത്ർ നിസ്കാരം ഉമ്മമാരെ നിങ്ങൾ പൂർണ്ണമായി അങ്ങോട്ട് ബന്ധിപ്പിക്കുക. എങ്ങോട്ട് ബന്ധിപ്പിക്കുക? സുബ്ഹിന്റെ മുമ്പ് അത്താഴ സമയത്തേക്ക് ബന്ധിപ്പിക്കുക. അപ്പൊ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആൾക്കാരുണ്ടോ? ആ സമയത്ത് വിത്ർ നിസ്കരിച്ചാൽ അതുകൊണ്ട് തന്നെ തഹജ്ജുദും കിട്ടും. ഇനി വെവ്വേറെ നിസ്കരിച്ചോളി, വളരെ നല്ലതാണ്. അപ്പൊ എന്ത് ചെയ്യാ? ആദ്യം തഹജ്ജുദ് നിസ്കരിക്കുക, എന്നിട്ട് വിത്ർ നിസ്കരിക്കുക. രാത്രിയിൽ അവസാന നിസ്കാരം വിത്റാക്കൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. ഇനിയിപ്പൊ അങ്ങനെ ആ സമയത്ത് എഴുന്നേൽക്കൂലേ, എന്നാൽ തന്നെ നമ്മൾ നിസ്കരിക്കുന്നതിൽ ഏറ്റവും അവസാന നിസ്കാരം വിത്റാക്കുക, രാത്രി കിടന്നു പറയാം. അപ്പൊ ആ സമയത്ത് ദുആക്ക് ഉത്തരമുള്ള വളരെ പ്രധാനപ്പെട്ട സമയമാണ്. നമ്മൾ ദുആ നോക്കുന്നുണ്ട്. എഴുന്നേറ്റ് ഈ പറഞ്ഞ രീതിയിലൊക്കെ നിസ്കരിച്ച് അല്ലാഹുവിനോടൊന്ന് ദുആ ചെയ്ത് നോക്കാണ്. യഅ്ഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്ത് സ്വീകരിച്ച സമയം ഏതാണെന്ന് ചില ഇമാമുകളൊക്കെ പറഞ്ഞത് കാണാം. ആ സമയത്തുള്ള ദുആ. മറ്റൊന്ന് നിസ്കാര ശേഷമുള്ള ദുആ. ഫർദ് നിസ്കാര ശേഷമുള്ള ദുആ പലരും മൂട് തട്ടി പോകുന്ന സമയമാണ്. നഷ്ട കച്ചവടമാണ്. ദുആക്ക് ഇജാബത്തുള്ള സമയമാണത്. ആത്മാർത്ഥമായി ആമീൻ പറയണം, നമ്മൾ ദുആ ചെയ്യണം. മറ്റൊന്ന് വയുസന്നു ദുആഉ ബൈനൽ അദാനി വൽ ഇഖാമ. വാങ്ക് ഇഖാമത്തിന്റെ ഇടക്ക് ദുആക്ക് ഇജാബത്തുണ്ട്. മനസ്സിലാക്കുക? വാങ്കിനും ഇഖാമത്തിനും ഇടക്ക് ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. ബാങ്കിനും ഇഖാമത്തിനും ഇടക്ക് ദുആക്ക് ഇജാബത്തുണ്ട്. ബാങ്ക് കേട്ടാ എന്താ ചെയ്യേണ്ടത്? ബാങ്ക് വിളിക്കുന്നവൻ പറയുന്നത് പോലെ പറയണം. ഇദാ സമിഅ്തുമുൽ മുഅദ്ദിന ഫഖൂലു മിസ്ല മാ യഖൂലു എന്നല്ലേ. നമ്മൾ ആ നേരത്തും ഫോണിൽ സംസാരിക്കും, മെസ്സേജ് അയക്കും, തോണ്ടും. എന്ത് ബാങ്ക്? നമ്മൾ നല്ലവണ്ണം ചിന്തിക്കണം. മരിക്കുന്ന സമയത്ത് പച്ച കാഫിറായി ചത്തുപോകാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ്. ഇമാമുകളൊക്കെ പറഞ്ഞു, ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഭൗതികമായ കാര്യങ്ങൾ സംസാരിക്കുക. ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഭൗതികമായ കാര്യം, ദുന്യവിയായ കാര്യങ്ങൾ സംസാരിച്ചാൽ അവൻ ഈമാൻ കിട്ടാതെ മരിക്കും, ഭയപ്പെടണം എന്ന് ഇമാമുകളൊക്കെ പറഞ്ഞത്. ആ സമയത്ത് സംസാരിക്കരുത്. ആ സമയത്ത് ചെയ്യേണ്ടത് എന്താ? ബാങ്കിൽ ഉത്തരം ചെയ്യില്ല. അതുകൊണ്ട് കണ്ടില്ലേ, ആ ഇജാബത്ത് കൊടുക്കാൻ വേണ്ടി ഖുർആൻ ഓതുന്നയാൾ അത് കൂട്ടി വെക്കണം. ഒരു ബാങ്കിന് ഇജാബത്ത് കൊടുക്കണം. ഞാൻ ഇവിടെ ഖുർആൻ ഓതല്ലേ, അവിടെ അതല്ല കൂട്ടി വെക്ക്, ഇജാബത്ത് കൊടുക്കണം. ബാങ്ക് വിളിക്കുന്നയാൾ പറയുന്നത് പോലെ പറയുക. പിന്നെയോ അത് കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലുക. അത് സുന്നത്താണ്, അതും ഹദീസിലുണ്ട്. അപ്പൊ ബാങ്ക് ഞാൻ പറയുന്നത് പോലെ
ബാങ്ക് വിളിക്കുന്നയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അപ്പൊ നമ്മളും ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെന്താ ചെയ്യേണ്ടത്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. ഒരു സ്വലാത്തില്ല, സലാമും ചൊല്ലുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മൾ ജവാബ് കൊടുത്ത ഉടനെ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി പറയരുത്. പറഞ്ഞോട് കുഴപ്പമുണ്ടെന്ന് പറയുന്നത് തർത്തീബ് ഇങ്ങനെ. ഇതൊക്കെ സ്വതന്ത്രമായ സുന്നത്തുകളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞാൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം എന്തെങ്കിലും ഒരു സ്വലാത്തും സലാമും ചൊല്ലി. ഇബ്രാഹിമിയ സ്വലാത്തായ വളരെ നന്നായി. അതിനുശേഷം അല്ലാഹുമ്മ റബ്ബ ഹാദിഹി തഅബത്തി തമ്മ വസ്സലാത്തുൽ ഖായിമ ദുആഇക. അങ്ങനെ സ്വലാത്ത് സുന്നത്തുള്ള പല സ്ഥലങ്ങളുണ്ട്. പള്ളിയിൽ കടക്കുന്ന സമയത്ത് സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണ്. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണ്. ഒരാൾ എന്തെങ്കിലുമൊക്കെ മറന്നുപോയാൽ അത് ഓർത്ത് കിട്ടാൻ വേണ്ടി സ്വലാത്ത് ചൊല്ലൽ സുന്നത്തൊക്കെ ഫിഖ്ഹിന്റെ കിതാബിലുള്ളതാണ്. സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണ്. അപ്പൊ ബാങ്കിനും ഇഖാമത്തിനും ഇടക്കുള്ള ദുആ ഉമ്മമാരെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ബാങ്കിനും ഇഖാമത്തിനും ഇടക്കുള്ള ദുആക്ക് ഇജാബത്തുണ്ട്. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, നബിയേ ഞങ്ങൾ എന്താണ് അന്നേരം ദുആ ചെയ്യേണ്ടത്? സല്ലല്ലാഹുൽ ആഫിയ, അല്ലാഹുവിനോട് ആഫിയത്തിനെ ചോദിച്ചോ. ആഫിയത്തേറ്റി തരണമേ നീ മന്നവാ, പറയല്ല നീ എന്നോട് പോടാ പിന്നവാ. ആഫിയത്തിനെ ചോദിക്കുക. ഏറ്റവും ചോദിക്കാൻ അർഹതപ്പെട്ട സംഗതി ആഫിയത്തല്ലേ. യാ റസൂലല്ലാഹ്, ഞാൻ ലൈലത്തുൽ ഖദ്റിനെ കണ്ടാൽ ഞാൻ എന്താണ് ദുആ ചെയ്യേണ്ടത്? നബി തങ്ങൾ പറഞ്ഞു കൊടുത്ത ഒന്നാണ്. ബീവി ആയിഷ ആഫിയത്തിനെ ചോദിച്ചോ. ആഫിയത്തിനെ ചോദിക്കുക. ആഫിയത്താണ് ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്. ആരോഗ്യം. അത് ആരോഗ്യം എന്ന് പറഞ്ഞ് മാത്രം നിർത്താൻ പറ്റിയൊരു സംഗതിയല്ല. ഭാര്യ, മക്കളിൽ, കുടുംബത്തിലൊക്കെ ആഫിയത്തിനെ ചോദിക്കുക. അപ്പൊ ബാങ്കിനും ഇഖാമത്തിനും ഇടക്കുള്ള ദുആക്ക് ഇജാബത്തുണ്ട്. അവിടെ അല്ലാമ ഷിർവാനി റഹിമഹുള്ള ഇമാമുകൾ ഉദ്ധരിച്ചെഴുതി ദുആ ചെയ്യാൻ നല്ല പദം അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയത ഫീ ദീനി വദുനിയായ വഅഹ്ലി വമാലി വവലദി. പെണ്ണുങ്ങൾ അന്തപണ്ണങ്ങൾ പഠിച്ചവനെ എനിക്കും എന്റെ ദുനിയാവിലും ആഖിറത്തിലും ഭാര്യ മക്കളിലും ഭർത്താവിലും ഒക്കെ നീ ആഫിയത്ത് തരണേന്ന് മലയാളത്തിൽ എഴുതാൻ മതി. ബാങ്കിനും ഇഖാമത്തിനും ഇടക്കുള്ള ദുആ ഇജാബത്താണ്. ഇജാബത്തുള്ള ദുആയാണ്. അവിടെ അതാ അല്ലാമ ഷെർവാനി എഴുതുന്നു. എന്താ ചെയ്യേണ്ടത് അറിയോ? ബാങ്ക് കൊടുത്താൽ, ഇപ്പൊ ഉദാഹരണം പറഞ്ഞ ഇശാന്റെ ബാങ്ക് കൊടുത്താൽ ഇശാന്റെ മുമ്പ് 2 റക്അത്ത് റവാത്തിബ് സുന്നത്തുണ്ട്. ആ റവാത്തിബ് നിസ്കരിച്ച് പിന്നെ ഇഖാമത്ത് കൊടുക്കും നേരം അന്നേരം ചെയ്യേണ്ടത് ദുആ കൊണ്ട് ജോലിയാകലാണ്. എന്തെല്ലാം നമുക്ക് ചോദിക്കേണ്ടതാണ്? ചോദിക്കാൻ അവിടെ നേരം നമ്മൾ ദുആർക്കണമല്ലോ. ഒരാൾക്ക് നിരന്തരം ഇങ്ങനെ എപ്പോഴും ദുആർക്കുകയാണെങ്കിൽ അവൻ ഉറപ്പിച്ചു കൊള്ളട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സ്വീകരിച്ചു. ഒരാൾ അല്ലാഹു ഖബൂലാക്കിയതിന്റെ അടയാളമാണ് യഫ്തഹു ലഹു ബാബ ദുആ. ദുആഇന്റെ വാതിൽ ഇങ്ങനെ തുറന്നു കൊടുക്കും. കരയണ കുട്ടിക്ക് പാലുള്ളൂ എന്ന് സാധാരണ നമ്മൾ പറയാറില്ലേ? അല്ലാഹ് തന്നെ നോക്കും. ഇപ്പൊ ഇതിങ്ങനെ ഒരു പുതുമക്ക് വരിക നിത്യമായി അങ്ങനെ കുറെ അങ്ങനെ ദുആർക്കുമ്പോൾ കിട്ടും. അതാണ് കിട്ടാതിരിക്കൂല, ഒരിക്കലും കിട്ടാതിരിക്കൂല. എന്താ 3-4 നേട്ടം ദുആക്ക് ഉണ്ടാകുന്ന ഹദീസിൽ വന്നിട്ടില്ലേ? അപ്പോ ആ റവാത്തിബ് നിസ്കാരം കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം ഒക്കെ ഇരുന്ന് ദുആർക്കാൻ വേണ്ട. അവിടെയും ഷെർവാനി എഴുതിയത് കാണാം. നിസ്കാരത്തിലെ സുജൂദിലെ ദുആ അത് ബാങ്കിനും ഇഖാമത്തിനും ഇടക്കുള്ള ദുആ ആയിട്ട് തന്നെ കൂട്ടും. എന്നാലും അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയമൊക്കെ ദുആർക്ക. പടച്ചവനെ കച്ചവടത്തിൽ ബറക്കത്ത് ചെയ്യണേ, ഭാര്യ സന്താനങ്ങളെ നന്നാക്കണേ, ഞങ്ങളൊക്കെ ആഖിബത്ത് നന്നാക്കണേ, എന്തെല്ലാം ദുആ ചെയ്യാനുണ്ട്. കൃത്യമായി ദുആ ചെയ്യുക. അപ്പൊ ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. ഞാൻ പറഞ്ഞ സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ബാങ്ക് സുന്നത്തില്ല, സ്ത്രീകൾക്ക് ഇഖാമത്ത് മാത്രമാണ് സുന്നത്ത്. അപ്പൊ അവരെന്താ ചെയ്യേണ്ടത്? പള്ളിക്കൊന്ന് ബാങ്ക് കൊടുത്ത് ഒരു നേരത്തെ ഉളൂക്ക് ഉണ്ടാക്കി റെഡിയാക്കി ഉണ്ടാവും. അവർ ഫർദ് നിസ്കരിക്കുന്നതിന് മുമ്പ് ദുആർക്കുക. എന്തൊക്കെയാ ദുആർക്കണം? അതൊക്കെ ദുആർക്കുക. നിസ്കാരത്തിന്റെ ആദ്യ സമയത്ത് ബാങ്ക് കൊടുത്ത് ഒരു 1/4 മണിക്കൂർ ആയാൽ പിന്നെ നിസ്കരിക്കാം. 1/4 മണിക്കൂർ സമയം ഷെർവാനി എഴുതിയത് കാണാം. അതാണ്. അത് കഴിഞ്ഞാൽ ഫളീലത്തുൽ വഖ്ത് പോയി കിട്ടും. അപ്പൊ അത് ഉണ്ടാകരുത്. നേരത്തെ നിസ്കാരം നിർവഹിക്കുക. അപ്പൊ ദുആക്ക് ഇജാബത്തുള്ള ചില സമയങ്ങളാണ് ഇടയ്ക്ക് ഞാൻ പറഞ്ഞത്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, മനസ്സിലാക്കിയ ആൾക്കാരൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോ നിസ്കാരത്തിന്റെ കാര്യം വില കുറച്ചുകൊണ്ടാൽ ആദ്യമായി കിട്ടുന്ന ദുരന്തമെന്താണ്? ആയുഷിൽ നിന്ന് ബറക്കത്ത് പുരപ്പെടുന്നതാണ്. മാസത്തിൽ 1 കോടി ശമ്പളം പറ്റിയിട്ടും കാര്യമില്ല, ബറക്കത്തില്ലേ പോകുന്നത് കാണില്ല.
ബറക്കത്തിന്റെ വഴി എന്താണ്? കൃത്യമായി നിസ്കരിച്ചോ. പിന്നെ എന്താണെന്നറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വസ്താനിയതു തുംഹ സീമ സ്വാലിഹീന മിൻ വജ്ഹിഹി, സ്വാലിഹീങ്ങളുടെ അടയാളം മുഖത്തിൽ നിന്നും മായ്ക്കപ്പെടുന്നതാണ്. മറ്റൊന്ന് കുല്ലു അമലിൻ യഅമലുഹു ലാ യഅ്ജറുഹു അല്ലാഹു അലൈഹി, അവൻ ചെയ്യുന്ന ഒരു അമലും അല്ലാഹു സ്വീകരിക്കുകയില്ല. നമ്മളൊക്കെ വലിയ ഉഷാറാന്ന് കരുതുന്നവരാണ്. ചില സ്ത്രീകൾക്കൊക്കെ ഒരു ധാരണയുണ്ട്. ഞാൻ അങ്ങനെ പറയാൻ കാരണം, പൊതുവെ ഇബാദത്തിന്റെ വിഷയത്തിൽ ആണുങ്ങളെക്കാൾ എണ്ണത്തിൽ അവര് മുമ്പിലാണ്. ഞാൻ ഇപ്പൊ ദുഹക്ക് നിസ്കരിക്കുന്ന ആളാണ്, വിത്രൊക്കെ ഉണ്ട്, റവാത്തിബൊക്കെ ഉണ്ട്. ഏതെങ്കിലും ഒരു അമൽ അല്ലാഹു സ്വീകരിച്ചു എന്നൊരു ഉറപ്പുണ്ടോ? സ്വഹാബികളിൽ പലരുടെയും മൊഴികൾ കാണാം, ആയുഷിലെ ഒരു നിസ്കാരം അള്ളാഹു സ്വീകരിച്ചു എന്നൊരു ഉറപ്പ് എനിക്ക് കിട്ടുകയാണെങ്കിൽ അത് ദുനിയാവും അതിലുള്ള എല്ലാം കിട്ടുന്നതിനേക്കാൾ ഹൈറാണ്. മർക്കസിൽ വലിയൊരു ആലിമുണ്ടായിരുന്നു, വാളക്കുളം ഈരാൻകുട്ടി മുസ്ലിയാർ, വലിയ ആലിമാണ്. മഹാനവറുകൾ 10-60 ചില്ലാനം കൊല്ലം ദിവസം നടത്തിയ വലിയ ആലിമാണ്. മഹാനവറുകൾ പറയുമായിരുന്നു, ഈ 60 കൊല്ലത്തിലെ ഒരു ദിവസത്തെ ഒരു ദിവസം അല്ലാഹു സ്വീകരിച്ച കഴിച്ചലായി. സ്വീകരിച്ചു എന്ന് അറിയോ? ഒരാശങ്കയും. നമ്മളിപ്പോ 2 റക്അത്ത് നിസ്കരിച്ചു, നമ്മൾ ഉഷാറായി അറിഞ്ഞ് നടക്കുകയാണ്. സ്വീകരിച്ചതിന് വല്ല അടയാളം നമ്മുടെ അടുത്തുണ്ടോ? ഒന്നുമില്ല. എത്ര ന്യൂനതകളാണ്. കേട്ടിട്ടില്ലേ നിങ്ങൾ? താബിഈകളിൽപ്പെട്ട ആളാണ്. ഈ ചരിത്രം ശരിക്കും ശ്രദ്ധിച്ചോ. താബിഈകളിൽപ്പെട്ട ആളാണ്. മഹാനവറുകൾ ഒരു വസ്ത്രം നെയ്തുണ്ടാക്കി. വളരെ പ്രയാസം സഹിച്ച് ദിവസങ്ങൾ എടുത്ത് സമയമെടുത്ത് ഒരു വസ്ത്രം നല്ല ഉഷാറായി നെയ്തുണ്ടാക്കി, തുന്നിയുണ്ടാക്കി. അദ്ദേഹത്തിന്റെ കാഴ്ചയിൽ നല്ല വസ്ത്രം. ആ വസ്ത്രം അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കാൻ കൊണ്ടുപോയി. വ്യാപാരിയായ മനുഷ്യന്റെ കയ്യിൽ വസ്ത്രമങ്ങ് കൊടുത്തു. കച്ചവടം ചെയ്യാൻ വേണ്ടി കൊടുത്തതാ. തങ്ങളൊരു വില പറഞ്ഞു. കച്ചവടക്കാരൻ പറഞ്ഞു, ആ വിലക്ക് ഈ വസ്ത്രം എടുക്കാൻ പറ്റില്ല. ഈ വസ്ത്രത്തിൽ ഇന്ന ഫീഹി അയ്ബൻ കൈത വകൈത, വസ്ത്രത്തിൽ ഇന്നാലിന്റെ ന്യൂനതകളുണ്ട്. എന്താ ഞാൻ പറഞ്ഞത്? സുലമി എന്ന് പറയുന്ന താബിഈയാണ്. ഇവരൊക്കെ ചരിത്രം ശരിക്കും പറഞ്ഞാലേ നിങ്ങൾക്ക് ഈ ചരിത്രം ശരിക്കും ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. ഖുർആൻ കേട്ട കരകില മഹാനാണ് സുലമി. ഒരു വസ്ത്രം വളരെ കഷ്ടപ്പെട്ട് നെയ്തുണ്ടാക്കി. അങ്ങനെ അത് അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കുകയാണ്. ഈ കച്ചവടക്കാരൻ അതിങ്ങനെ നോക്കി, ഇതിനീ പറഞ്ഞ വില കിട്ടൂല, ഇതിന് ഇന്നാലിന്ന കുറവുകളുണ്ട്. ഇത് കേട്ടപ്പോൾ സുലമിതങ്ങളങ്ങ് കരഞ്ഞു. അത് കണ്ടപ്പോ കച്ചവടക്കാരന് വിഷമമായി. അയാൾ പറഞ്ഞു, നിങ്ങൾ കരയണ്ട, നിങ്ങൾ പറഞ്ഞ വില തന്നെ ഞാൻ തരാം. തങ്ങൾ പറഞ്ഞു, വേണ്ട, ഞാൻ ആഗ്രഹിച്ച വില കിട്ടുകയില്ല എന്ന നിലക്കല്ല ഞാൻ കരഞ്ഞത്. പിന്നെ എന്തിനാ? വളരെ ദിവസങ്ങളെടുത്ത് പണിപ്പെട്ട് ഉറക്കമൊഴിച്ച് ഞാൻ തുന്നിയുണ്ടാക്കിയ വസ്ത്രമാണ്. എന്റെ കാഴ്ചയിൽ ഇത് വളരെ നല്ല വസ്ത്രമാണ്. പക്ഷേ ബസ്തിറായ നാഖിദായ നിപുണനായ ഒരു നോട്ടക്കാരന്റെ മുന്നിലെത്തിയപ്പോ എന്റെ വസ്ത്രത്തിന് എത്ര ന്യൂനതയാണ്, എത്ര കുറവാണ്. ഇതുപോലെ ഞാൻ ഒരുപാട് നിസ്കരിക്കുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, നോമ്പനുഷ്ഠിക്കുന്നുണ്ട്. എന്റെ കാഴ്ചയിൽ അതൊക്കെ വളരെ ഉഷാറാണ്. പക്ഷെ നാളെ അല്ലാഹുൽ ഖുയൂബായ എല്ലാ നോട്ടവും അറിയുന്ന എന്റെ റബ്ബിന്റെ മുന്നിലെത്തിയാൽ എന്റെ കർമ്മങ്ങൾക്ക് എത്ര കോട്ടങ്ങൾ പറയാനുണ്ടാവും. അത് ചിന്തിച്ചുകൊണ്ട് കരഞ്ഞതാണ്. ഇങ്ങനെ ചിന്തിച്ചാൽ ആശ്വസിക്കാൻ വല്ല വകയുമുണ്ടോ? ഒരു വകയുമില്ല. അപ്പൊ നിസ്കരിക്കാത്തവൻ ഒരു അമലും അല്ലാഹു സ്വീകരിക്കുകയില്ല. നിസ്കരിക്കാത്തവന്റെ മറ്റ ദുആയും
വാനലോകത്തേക്ക് ഉയർത്തപ്പെടുകയില്ല, അല്ലാഹു സ്വീകരിക്കുകയില്ല. നിന്റെ നേർച്ച വഴിപാട് കൊണ്ട് കാര്യമില്ല. ആദ്യം ചെയ്യേണ്ടത് നീ മുഖം കഴുകലാണ്, എന്നിട്ടല്ലേ മിനുക്ക് പണിയെടുക്കേണ്ടത്. നിസ്കരിച്ചതിനു ശേഷം ദുആ ചെയ്യൂ മനുഷ്യ. നിസ്കരിക്കാത്തതിന്റെ ദുആ സ്വീകരിക്കപ്പെടുകയില്ല. പിന്നെയോ വൽ ഖാമിസതു ലൈസ ലഹു ഹവ്വൻ ഫീ ദുആഇ സ്വാലിഹീൻ. നിസ്കരിക്കാത്തവന് മുഅ്മിനീങ്ങളെ ദുആയിൽ ഒരംശവുമില്ല, പങ്കുമില്ല. ഇവിടെ ഇനി തങ്ങളെ വെറുകളെ ദുആ ചെയ്യാൻ പോകുന്നു. നിസ്കരിക്കാത്തവന് ആ ദുആയിൽ ഇടമില്ല. ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയിൽ എഴുതിയത് കാണാം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, മരണത്തിന് വേണ്ടി തയ്യാറെടുക്കേണ്ടത് വൽ യസ്തഇദ്ദ ബിത്തൗബതി വറദ്ദിൽ മവാലിമി. അന്യായങ്ങളൊക്കെ മടക്കി കൊടുക്കണം. അതിൽ പെട്ടതാണ് നിസ്കാരം ഖളാ വീട്ടുക എന്നുള്ളത്. ലിഅന്ന താരിക സ്വലാത്തി വാലിമുൽ ലിജമീഇൽ മുസ്ലിമീൻ. നിസ്കാരം ഉപേക്ഷിക്കുന്നയാൾ ലോക മുസ്ലിങ്ങളെ മുഴുക്കെ ആക്രമിക്കുന്നവനാണ്. ആ നിസ്കാരം ഞാനതൊക്കെ നേരത്തെ പറയാൻ പോയതാണ്. ആ നിസ്കാരം നമുക്ക് ഫർളാക്കിയത് എപ്പോഴാണ്? നേരത്തെ ഞാൻ പറഞ്ഞ ആ മിഅ്റാജിന്റെ രാത്രിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ തുഹഫ, അവിടെ നിന്ന് കിട്ടിയ പ്രാർത്ഥനയിൽ തന്നെ അത്തഹിയ്യാത്ത് നിങ്ങൾ കേട്ടില്ല. അസ്സലാമു അലൈനാ വ അലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. നമുക്കും ലോകത്തുള്ള സർവ്വ വിശ്വാസികളായ അടിയങ്ങൾക്കും രക്ഷ ആവശ്യപ്പെടുന്നു. ഇത് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് നിർവഹിക്കേണ്ട കടമേ. ഈ ദുആയിൽ എല്ലാ മുസ്ലിങ്ങളും ഇവിടെ നിസ്കരിക്കാത്തവരും അത് ചെയ്യണില്ലല്ലോ. അപ്പൊ ആ ദുആ മറ്റുള്ളവർക്ക് അവൻ തടഞ്ഞില്ലേ? അവൻ ലോക മുസ്ലിങ്ങളുടെ അക്രമം പ്രവർത്തിച്ചവനാണ്. അതുകൊണ്ട് നിസ്കരിക്കാത്തവൻ പ്രത്യേകം തൗബ ചെയ്യണം. അതാ ഞാൻ പറഞ്ഞു. അത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു നിസ്കരിക്കാത്തവൻ ലോക മുസ്ലിങ്ങളെ മുഴുക്കാക്രമിച്ചവനാണ്. അപ്പൊ അവനക്ക് ഒരിക്കലും സ്വാലിഹീങ്ങളുടെ ദുആയിൽ പങ്കില്ല. പിന്നെ മരണസമയത്ത് നിസ്കരിക്കാത്ത ആളുകൾക്ക് ബന്ധപ്പെടുന്ന മുസീബത്ത് എത്രയാണ്? വളരെ നിസ്സാരനായി അവൻ മരണപ്പെടേണ്ടി വരും. നല്ല സമയത്തൊക്കെ മരണപ്പെട്ടു പോയ ആളുകളുടെ ചരിത്രം നമ്മൾ കണ്ടില്ലേ? ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ വായിച്ചില്ലേ? അതുപോലെ കഠിന വിശപ്പോടെ മരിക്കേണ്ടി വരും, കഠിന ദാഹത്തോടെ മരിക്കേണ്ടി വരും. കഠിന ദാഹമുണ്ടാകും. ആ സമയത്ത് ലോകത്തുള്ള ദുനിയാവിലുള്ള സർവ്വ സമുദ്രങ്ങളിലെ വെള്ളം കൊടുത്താലും അവന്റെ ദാഹമൊടുങ്ങുകയില്ല. പിന്നെ ഖബറിൽ വരുന്ന അദാബ്, ആദ്യ അദാബ് എന്താണെന്നറിയുമോ? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഖബറിന്റെ ഇരുപാർശ്വങ്ങളില്ലേ, രണ്ടു ഭാഗങ്ങളില്ലേ, അതിങ്ങ് കൂട്ടയിടുക്കലാണ്. അതിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടിരുന്നുവെങ്കിൽ അത് സഅദ് ബിൻ മുആദ് തങ്ങളാണ്. മഹാനവറുകൾ വരെ ഖബർ ഇടുക്കിപ്പോയില്ലേ? അദ്ദേഹത്തെ ഖബറടക്കുന്ന സമയത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം വിവരണമാകുകയാണ്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. നബി തങ്ങൾ തസ്ബീഹ് ചൊല്ലുന്നു. പെട്ടെന്ന് നബി തങ്ങൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ തക്ബീർ ചൊല്ലുന്നു. സ്വഹാബത്ത് ചോദിച്ചു, നബിയേ തങ്ങൾ എന്തിനാണ് ആദ്യം തസ്ബീഹ് ചൊല്ലിയത്? സ്വഹാബത്തെ, സഅദ് ബിൻ മുആദ് നമ്മുടെ ഇഷ്ട സ്വഹാബിയല്ലേ, അദ്ദേഹത്തെ ഖബറിലേക്ക് അങ്ങ് വെച്ചപ്പോ ഖബറിന്റെ രണ്ടു പാർശ്വങ്ങളും അദ്ദേഹത്തെ എടുക്കാൻ വേണ്ടി ഇങ്ങനെ കൂടുന്നത് കണ്ടു. നബിതങ്ങൾക്ക് കാണാമല്ലോ. എനിക്ക് സങ്കടം വന്നപ്പോൾ ഞാൻ തസ്ബീഹ് ചൊല്ലിയതാണ്. ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പം ചെയ്തു കൊടുത്തു. ഫക്കബ്ബർതു അല്ലാഹു അക്ബർ. അപ്പ ഞാൻ തക്ബീർ ചൊല്ലിയതാണ്. ഫാത്തിമ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഫാത്തിമ ബിൻത് അസദ് ഒഴിച്ച് എല്ലാവരും ഖബറിന്റെ ഇടുക്കത്തിൽ പെടുന്നതാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു, ഇനി വായിക്കാൻ സമയമില്ല. നമ്മൾ കൃത്യമായി ചെയ്യേണ്ടത് ആ കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ നമുക്ക് ഫർളാക്കപ്പെട്ട നിസ്കാരം, ആയുസ്സിൽ ഒരിക്കലും ആ നിസ്കാരം നഷ്ടപ്പെടാതിരിക്കുക. അത് കല്യാണത്തിന് പോയാലും സൽക്കാരത്തിന് പോയാലും അങ്ങനെ നിസ്കാരം ഖളാ ആയ ആളുകൾ ഒരുപാട് മസാലകൾ അടക്കി ഞാൻ പറഞ്ഞു.
അതൊക്കെ കൃത്യമായി ആ ഖളാ വിട്ടുള്ള രൂപങ്ങളൊക്കെ ശ്രദ്ധിച്ച് അതുപോലെ ഖളാ വിട്ട് നിസ്കരിക്കുക.